ആദ്യമായി എനിക്ക് ഇവിടെ മാതാവിന് നന്ദി പറഞ്ഞൊരു വേദി ഒരുക്കി തന്നതിന് എനിക്ക് സാക്ഷ്യം പറയാനും. എൻ്റെ പേര് സെബി, ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു. ഞാൻ അബുദാബിയിലെ HSC ആയിട്ട് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയുവാനുള്ള കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുവാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2015 മുതൽ ഞാൻ അബ്രോഡ് പോകാൻ കുറേ ട്രൈ ചെയ്ത ആളായിരുന്നു. എനിക്ക് ആ സമയത്ത് കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ ചോദിക്കണത് അതായത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അതുപോലെ തന്നെ ഒരു 2015 മുതൽ 2020 വരെയ്ക്ക് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5-6 ഇയേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടായിരുന്നില്ല. അതിനിടയ്ക്ക് വെച്ച് ഞാൻ വീട്ടിൽ കുറച്ച് ബെഡ് റെസ്റ്റായിട്ട് കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് വീടിൻ്റെ അവിടെ ഒരു ചെറിയൊരു വഴക്കുണ്ടായി. എൻ്റെ വീടിൻ്റെ അവിടെയും തൊട്ടടുത്ത അയൽവക്കമായിട്ട് വഴക്കുണ്ടായി. അപ്പോൾ അവർക്കറിയാം ഞാൻ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ അബ്രോഡ് പോകാൻ ട്രൈ ചെയ്യുന്ന ആളാണെന്ന് അവർക്കറിയാം. സോ അവരുടെ മെയിൻ മോട്ടീവ് ഞാൻ എങ്ങനെയെങ്കിലും അബ്രോഡ് എന്നെ പറഞ്ഞു വിടാൻ പാടില്ല. സോ അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും, അതായത് അവരുടെ സേഫ്റ്റിയാണ് അവർ നോക്കിയത്. ബിക്കോസ് ഞങ്ങളവിടെ അന്യനാണ്. ചെന്നൈയിൽ അങ്ങ് താമസിക്കുമ്പോൾ നമുക്ക് ആകെ എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ, പിന്നെ അവരും ബാക്കിയുള്ള എൻ്റെ റിലേറ്റീവ്സ് ആയാലും എൻ്റെ പോലെ തന്നെ അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്കും വന്ന ആ കാലത്തൊന്നും ഇടപെടാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ വഴക്കായിരുന്നു. ആ വഴക്ക് അവർ വലുതാക്കിയിട്ട് മാക്സിമം എന്നെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവരെന്നെ പ്രശ്നം വലുതാക്കി കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് എവിടെ നിന്നറിയില്ല സപ്പോർട്ട് വന്നതെന്ന്. അതായത് മാതാവ് ഇടപെട്ട പോലെ മാതാവ് തന്നെ ഇറങ്ങി ഇടപെട്ട് അതായത് എൻ്റെ ലൈഫിൽ വരാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും എനിക്ക് ഇടപെട്ട് അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി ഒരു സേഫ് സോണിലേക്ക് ആക്കി എന്നെ. പക്ഷേ അവരുടെ കയ്യിൽ എന്നെ കൊടുത്തില്ല. അവരുടെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ എന്നെ തിരിച്ച് കിട്ടുമായിരുന്നില്ല. കാരണം വെച്ചാൽ ആ സമയത്ത് അത്രയും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു എനിക്കും എൻ്റെ ഫാമിലിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇത്ര ദിവസം ട്രൈ ചെയ്തെന്ന് എൻ്റെ അബ്രോഡ് ഒരു 5-6 കൊല്ലമായി ട്രൈ ചെയ്യുന്ന അബ്രോഡിൻ്റെ ഒരു ജോലി ഓപ്പർച്യൂണിറ്റി എനിക്ക് ആ സമയത്തായിട്ട് എനിക്ക് മാതാവ് ഒരുക്കി തന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്ക് ഇനി പോകാൻ പറ്റില്ല, എൻ്റെ ലൈഫിൽ എനിക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനൊരു സംഭവത്തിൽ പെട്ടുപോയി, എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അന്നേരം എനിക്ക് പെട്ടെന്നൊരു ഒരു ജോബ് ഓഫർ വന്നു, സൗദിയിലേക്ക് പോകാനുള്ള ഒരു ജോബ് ഓഫർ. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുന്ന സമയമില്ല. കാരണം വെച്ചാൽ അത്ര ഹരിബരിയായിട്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്. ഞാൻ പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഉറപ്പായാലും തിരിച്ചു വരുമ്പോൾ ഉടമ്പടി ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയിണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അവിടെ പ്രാർത്ഥനയിലൊന്നും ഞാൻ കുറവ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ അവിടെ ആയാലും എന്നും രാവിലെ പിന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട്, പിന്നെ വൈകിട്ടായാലും പ്രാർത്ഥിച്ചതിനൊക്കെ എടുക്കുവാറുള്ളൂ, ബൈബിൾ വായിച്ചതിനൊക്കെ എടുക്കുവാറുള്ളൂ. പക്ഷേ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് അതുപോലെ തന്നെ എനിക്ക് കുഴപ്പമില്ലാത്ത ജോലി അവിടെ സെറ്റായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ അവിടെ കയറാനും പറ്റി. ഞാൻ തന്നെ സേഫ്റ്റി സൂപ്പർവൈസർ അവിടെ കയറാനും പറ്റി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് അതിനേക്കാളും ഒരുപാട് ടെൻഷൻ കൂടി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹിച്ച കാര്യം നടന്നില്ല. അവർ മാക്സിമം എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള പ്ലാനായിരുന്നു. ഞാൻ പുറത്ത് പോയി നിറഞ്ഞപ്പോൾ അവർ ഇനിയും കൂടിയും പ്രഷർ കൂട്ടാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഇറങ്ങി ഇടപെട്ട ആൾക്കാരെല്ലാവരും, അതായത് എൻ്റെ ലൈഫിൽ ഞാൻ കാണാത്ത ആൾക്കാരൊക്കെ വന്ന് എനിക്ക് ഇടപെട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിന് കൂടെ നിന്നത്. അതിൽ കുറച്ച് ആൾക്കാരും എൻ്റെ ആൾക്കാരുണ്ടെന്ന് പറയും. പക്ഷേ അധികം ഞാൻ കാണാത്ത ആൾക്കാരായിരുന്നു മാതാവായിട്ട് ഇറങ്ങി ഇടപെട്ട് എനിക്ക് സേഫ് സോണിലേക്ക് ആക്കി തന്നത്. പിന്നെ അവിടെ ചെന്ന് അവിടെ നിന്ന് എനിക്ക് ആ സമയത്ത് പിന്നെ എനിക്ക് കല്യാണകാര്യം വരാൻ തുടങ്ങി. എനിക്ക് ഒരു കുട്ടീനെ ഇഷ്ടമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മാട്രിമോണിയിൽ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവർക്ക് ഒട്ടും താല്പര്യമില്ല ചെന്നൈയിലേക്ക് കെട്ടിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യം ഞാൻ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒട്ടും താല്പര്യമില്ല ചെന്നൈക്ക് എനിക്ക് കെട്ടിച്ച് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആകെ ഒരു തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എത്രയും പെട്ടെന്ന് UAE മാറണമെന്ന്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയും അല്ല എനിക്ക്. ആ സമയത്ത് തന്നെ മാതാവ് എനിക്ക് ഒരു ഒരു ബെഡ് റെസ്റ്റ് പോലെ സൗദിയിൽ വെച്ച് എന്നെ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. ആ സമയത്ത് എനിക്ക് വർക്കിനൊന്നും പോകാൻ പറ്റി. എക്സാക്ട്ലി ഒരു 1 വീക്ക് ഞാൻ വർക്കിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ നിന്ന് തന്നെ വേഗം അവർ ഓക്കെ നീ നാട്ടിലേക്ക് പോയിക്കോ, ട്രീറ്റ്മെൻറ്റ് നോക്കാൻ നാട്ടിലേക്ക് പോയിക്കുന്നു അങ്ങനെ പറഞ്ഞയച്ച്. ആ സമയത്ത് മാതാവിനെ സേഫ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് UAE ജോലി കയറാനും പറ്റി. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കാത്ത സാലറിനേക്കാളും നല്ല സാലറിയിലും ഫസ്റ്റ് റൗണ്ട് തന്നെ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുകയും ചെയ്തു. അവരാഗ്രഹിക്കപ്പെട്ട പോലെ തന്നെ ഞാൻ അവിടെയും പോയി ജോയിൻ ചെയ്ത് വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി 2ാമത്തെ പ്രാവശ്യം പുതുക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ച കാര്യം എൻ്റെ മാതാവ് നല്ല രീതിയിൽ നടത്തി തന്നു. ഇപ്പോഴും ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഇപ്പോൾ വിചാരിച്ചു ഞാൻ
വന്നു കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ കൂടെ മാതാവുള്ള കാരണം എനിക്കൊരു പേടിയിലാണ് ഞാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ വിശ്വാസം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഞാൻ എല്ലാ ഞായറാഴ്ച മുടങ്ങാതെ പള്ളിക്ക് പോകുന്ന ആളാണ്. പള്ളി ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ മുൻപ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഈ ഉടമ്പടി എടുത്ത ഈ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എനിക്കത് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ എല്ലാ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. എല്ലാ സ്ഥലത്തും എനിക്ക് അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ പോയി പത്രം കൊടുക്കാറുണ്ട്. ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കൂട്ടുകാരന്മാരായാലും ശരി, എൻ്റെ കൂടുന്ന ആൾക്കാരും എൻ്റെ വീട്ടുകാരായാലും ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അത്ഭുതം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഇത് മാത്രമല്ല, ഇതും കൂടാതെ എനിക്ക് വേറെ കുറേ അത്ഭുതം നടന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച കുറേ പേർക്ക് കുറേ കാര്യം നടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരെ കൊണ്ടുവന്നിട്ട് എനിക്ക് സാക്ഷി നിർത്തി പറഞ്ഞാലേ അത് വാലിഡ് ആവുള്ളൂ. അതെനിക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് പ്രാർത്ഥനയിൽ കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, വലുതും ചെറുതായിട്ട് കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ഞാൻ ആദ്യം അതായത് പള്ളിയിലേക്ക് പോവും, കുർബാന കാണും, അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുമ്പസാരിക്കാറില്ല ആദ്യമൊന്നും. എപ്പോഴെങ്കിലും മാസത്തിൽ 2 പ്രാവശ്യം. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ മാക്സിമം കുമ്പസാരിക്കും. പ്രാർത്ഥനയുടെ അടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ എനിക്ക് നല്ലതായി നടക്കുന്നു. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അനുമതിയുമായി നടന്ന് വരുവാണ് എനിക്കിപ്പോൾ. എല്ലാത്തിനും നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഒരുക്കി തന്നതിന് ദൈവകുമാരനും മാതാവിനും നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ പ്രതിസന്ധികൾ സെബി പറയുന്നുണ്ട്. എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അന്യനായി താൻ ചെന്നൈ എന്നുള്ള ആ നഗരത്തിൽ താൻ അന്യനായി പോകുന്ന ഒരു സാഹചര്യം, തനിക്ക് ആരുമില്ല തനിക്ക് വേണ്ടി പറയുവാനോ സംസാരിക്കുവാനോ. എന്നാൽ ഒരു പ്രോബ്ലം തനിക്ക് വരുമ്പോൾ, ഒരു കേസ് അത് തനിക്കെതിരെ വരുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് അമ്മ മാതാവ് ഇടപെട്ട് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ പോലും തനിക്ക് വേണ്ടി വന്ന് സംസാരിക്കാനും അങ്ങനെ അതൊരു കോംപ്രമൈസിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു. അങ്ങനെ തൻ്റെ ആ കേസിലൂടെ തനിക്ക് പിന്നീട് പുറത്തേക്ക് പോകുവാൻ തടസ്സമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും ഈ മകന് ഒരു പ്രോബ്ലമായിട്ട് വന്നില്ല. നാം ഓർക്കേണ്ട ഒരു കാര്യം, അപ്പോഴൊന്നും ഉടമ്പടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മകൻ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ പങ്കെടുക്കുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം അത് വേണ്ട രീതിയിൽ ഇവിടുന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ പോലെ തന്നെ താൻ പാലിച്ചു കൊണ്ടിരുന്നു. പിന്നീടാണ് തൻ്റെ ജോലിയൊക്കെ ശരിയായി ജോലിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോഴും ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി ജീവിതം താൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തൻ്റെ വിവാഹത്തെക്കുറിച്ച് അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അതെല്ലാം എങ്ങനെയാണ് തനിക്ക് നിയോഗമായിട്ട് വെച്ച് കഴിയുമ്പോഴെല്ലാം അമ്മ ക്രമീകരിച്ചു തരിക. ഏറ്റവും നല്ല ഒരു ജോലി തനിക്ക് ലഭിച്ചു. അത് UAE തനിക്ക് മാറുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. തനിക്ക് തന്നെ ഒരു രോഗം വരികയാണെന്നാണ് പറഞ്ഞത്. ആ രോഗാവസ്ഥ തനിക്ക് എങ്ങനെ കൃപയായിട്ട് മാറുന്നു. അതുകൊണ്ട് സമുദ്രത്തിലൂടെ നടക്കാം, അതുപോലെ അഗ്നിയുടെ മധ്യത്തിലായിരിക്കാം നാം, എന്നാൽ ഇതൊന്നും നമ്മെ മുക്കിക്കളയില്ല, ജ്വാല നമ്മെ ദഹിപ്പിക്കില്ല എന്നൊക്കെയാണ് തിരുവചനം പറയുക. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് എങ്ങനെയാണ് ഓരോ മക്കളും അനുഭവിക്കുന്നത്. അങ്ങനെ തനിക്കിന്ന് തൻ്റെ കൂദാശ ജീവിതം, വിശ്വാസ ജീവിതം വർദ്ധിക്കുവാനും താൻ ഇന്ന് കുറേ കൂടി താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്നാൽ കുറേ കൂടി സ്ഥിരതയോടെ വിശ്വസ്തയോടെ തനിക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്ന വ്യക്തിയാകുന്നു. സങ്കീർത്തനത്തിൽ 118 കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. ഇതാണ് ഈ ചെറുപ്പക്കാരൻ ഇന്ന് നമ്മോടും പങ്കുവയ്ക്കുന്നത്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ.
എൻ്റെ പേര് ലിസ് മരിയ എൻ ജോർജ്. ഇതെൻ്റെ ട്വിൻ സിസ്റ്ററാണ് ഹാന മരിയ എൻ ജോർജ്. ഞങ്ങൾ ബോൾഗാട്ടി ഇടവകയിൽ നിന്ന് വരുന്നു, എറണാകുളം. ഞാൻ ആദ്യമായിട്ട് കൃപാസനം എന്ന് കേൾക്കുന്നത് ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ്. അത് എൻ്റെ കസിൻ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് ലാമിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് അങ്ങനെ കർത്താവിൻ്റെ നടയുടെ താഴെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻറ്റും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന ബൈബിളിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ബൈബിൾ വായിക്കുന്നതിന് മുന്നേ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കറക്റ്റായിട്ട് വിശ്വാസ പ്രമാണവും മേജർ സ്വർഗസ്നായ നന്മ പറഞ്ഞ ഓർമ്മയൊക്കെ ചൊല്ലി അത് കഴിഞ്ഞിട്ട് ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നേച്ചത്. അങ്ങനെ മാതാവിൻ്റെ, അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കണത്, മാതാവിൻ്റെ ആ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് മാത്രം എനിക്ക് CBSE എക്സാമിൽ, എനിക്ക് CBSE 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാമിൽ എനിക്കും ഹന്നക്കും എൻ്റെ ട്വിൻ ബ്രദറിനും, ഞങ്ങൾ ട്രിപ്ലറ്റ്സ് ആണ്, ഞങ്ങൾക്ക് നല്ല മാർക്കോടെ തന്നെ അമ്മ മാതാവ് ഞങ്ങൾ വിജയിപ്പിച്ച് തന്ന്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അത്രയും നല്ല മാർക്ക് കിട്ടുമെന്ന്. അത് അമ്മ മാതാവിൻ്റെ ഒറ്റ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ നല്ലൊരു മാർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ അന്നേരം പറ്റാവുന്ന പോലെയൊക്കെ കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു. 1-2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഒരു ദിവസം കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു. അങ്ങനെ ആത്മീയമായിട്ടൊക്കെ അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ +1 +2 എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും മടിയൊക്കെ വന്ന് അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് +2 വന്നപ്പോഴത്തേനും കൊറോണ വന്ന് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല, പരീക്ഷയാണെങ്കിൽ ക്യാൻസലും ചെയ്ത്. ഞങ്ങൾ CBSE ആയത് കാരണം ഞങ്ങളുടെ പരീക്ഷയൊക്കെ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ആ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നു. അന്നേരം സ്റ്റേറ്റ് പഠിച്ച പിള്ളേർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു, കേരളത്തിൽ BSc നഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്ക് മാർക്ക് ആയതുകൊണ്ടും കൊറോണ ആയതുകൊണ്ടും സ്റ്റേറ്റ് പിള്ളേർക്ക് നല്ല മാർക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഇവിടെ. ഞങ്ങളപ്പോൾ അതുകൊണ്ട് ആന്ധ്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ BSc നഴ്സിംഗ് പഠിക്കണത്. ഇപ്പോൾ ഞങ്ങൾ 3rd ഇയർ ആയി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഇയർ പാസ്സായത് തന്നെ അമ്മ എടുത്ത ഉടമ്പടി കൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ. അതും എനിക്ക് സൈക്കോളജിക്ക് 1 മാർക്കിനാണ് ഞാൻ ജയിച്ചത്. സൈക്കോളജിയൊക്കെ ഞാൻ ജയിക്കുമെന്ന് പോലും വിചാരിച്ചില്ല. അപ്പം അങ്ങനെ മാതാവിൻ്റെ അമ്മ ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ ഉടമ്പടിയുടെ അമ്മ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ 2 പേരും നഴ്സിംഗ് പാസ്സായി, ഫസ്റ്റ് ഇയർ പാസ്സായി. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ക്യുമുലേറ്റീവ് റെക്കോർഡ്, അതായത് 4 ഇയേഴ്സ് നമ്മൾ ഒരു റെക്കോർഡ് ബുക്കേ നമുക്ക് ഉണ്ടാവുള്ളൂ, ഒരു നഴ്സിംഗ് ക്യുമുലേറ്റീവ് റെക്കോർഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ നഴ്സിംഗ് ക്യുമുലേറ്റീവ് റെക്കോർഡ് ഞാൻ ക്രിസ്മസിന് നാട്ടിൽ വന്നതിന് മുന്നേ എൻ്റെ ക്ലാസ് ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത്. അപ്പം ഞാൻ തിരിച്ച് വാങ്ങിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എനിക്ക് തിരിച്ച് കിട്ടിയില്ല. അപ്പം ഞാൻ തിരിച്ച് ജാനുവരി കോളേജിൽ പോയപ്പോഴത്തേനും എൻ്റെ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല, എൻ്റെ റെക്കോർഡ് ബുക്ക് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ നേരെ പോയി ചെന്ന് ചോദിച്ചത് ഈ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്താണ്. അപ്പോൾ ക്ലാസ് ടീച്ചർ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ്, നിൻ്റെ ബുക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ പോവുള്ളൂ, നീ നിൻ്റെ ക്ലാസ്സിലെ പിള്ളേരോടൊക്കെ ചോദിക്ക്, ഞാൻ എന്തായാലും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈമലർത്തി. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരോടൊക്കെ എല്ലാ ദിവസവും രാത്രി ഡ്യൂട്ടിയും കഴിഞ്ഞ് ക്ലാസ്സും കഴിഞ്ഞ് ഹോസ്റ്റലിൽ വരാൻ നേരത്തെ എല്ലാ പിള്ളേരെയും റൂമിൽ ചെന്നിട്ട് എൻ്റെ റെക്കോർഡ് ബുക്ക് കണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തന്നുമെന്ന് എല്ലാ രാത്രിയും ഞാനങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിള്ളേരുടെ ആരുടെയും കയ്യിലില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും ഞാൻ അത് മാഡത്തിനടുത്ത് പോയി ചെന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്ലാസ് കോർഡിനേറ്ററിൻ്റെ അടുത്ത് ഞാൻ പോയി ചെന്ന് പറഞ്ഞ്, ഇങ്ങനെ ബുക്കൊന്നും ആരുടെയും കയ്യിലില്ല എന്നാണ് പറയണത് മാഡം എന്ന് പറഞ്ഞപ്പോഴത്തേനും മാഡം പറഞ്ഞ്, ബുക്കില്ലാണ്ട് നീ എങ്ങനെ പരീക്ഷ എഴുതും, പ്രാക്ടിക്കൽ എക്സാം നിനക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റൂലല്ലോ, നീ തോറ്റു പോവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വല്ലാണ്ട് അങ്ങോട്ട് തളർത്തി. അപ്പോൾ എനിക്കറിയാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യും, ഈ റെക്കോർഡില്ലാണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച് എനിക്ക് ടെൻഷനായി. അപ്പം ഞാനത് എൻ്റെ അമ്മയടുത്ത് പറഞ്ഞ്, അമ്മ ഉടമ്പടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത്, ഞാൻ പേടിച്ചിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ജാനുവരിയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആദ്യം വെച്ച നിയോഗം ഇതാണ്, എൻ്റെ നഴ്സിംഗ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കിട്ടണമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തിയറി എക്സാം വന്നത്. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും നേരെ തിരിഞ്ഞ് ഫസ്റ്റ് തിയറി എക്സാം കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. അപ്പോൾ അത് അമ്മ മാതാവ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അത് മാറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ തോറ്റു പോയാനേ ചിലപ്പോൾ.
അപ്പം സെക്കൻഡ് ഇയറിൽ മാഡം എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ തോറ്റു പോവും, എനിക്ക് റെക്കോർഡൊന്നും കിട്ടാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയപ്പോഴത്തേനുമാണ് ഞാനിങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ഞാൻ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും. ഞാൻ ഒരുപാട് കൊന്ത ചെല്ലുമായിരുന്നു സെക്കൻഡ് ഇയറിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ക്യുമുലേറ്റീവ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ ക്യുമുലേറ്റീവ് റെക്കോർഡ് എനിക്ക് കിട്ടിയേയില്ല. എൻ്റെ കയ്യിൽ എനിക്ക് ആരും പറഞ്ഞില്ല ക്യുമുലേറ്റീവ് റെക്കോർഡ് എവിടെ പോയെന്നോ ഒന്നും അറിയില്ല. ആരുടെ കയ്യിൽ ഇല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ. എന്നിട്ട് അപ്പം എൻ്റെ അമ്മ പറഞ്ഞ്, ഞാൻ അമ്മേനെ വിളിച്ചപ്പോഴത്തേനും അമ്മ പറഞ്ഞ്, നീ ഇങ്ങനെ പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ അടുത്തൊന്ന് പോയി ചോദിച്ച് നോക്ക്, പുതിയ ബുക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ആ പ്രിൻസിപ്പൾ കുറച്ച് വഴക്കുണ്ടാക്കുന്ന ടൈപ്പ് ആയത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മേ, നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒന്ന് പോയി ചെന്ന് ചോദിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉടമ്പടി കാശ് രൂപം ഉണ്ടായില്ല എൻ്റെ കയ്യിൽ, പകരം എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. അമ്മ ഉടമ്പടി എടുത്തതുകൊണ്ട് അമ്മയുടെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടി ഉപ്പ് ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. ഉടമ്പടി ഉപ്പും കൊണ്ട് പോയിട്ട് ഞാൻ പ്രിൻസിപ്പൽ റൂമിൻ്റെ ഫ്രണ്ടിൽ ആ കട്ടിലയുടെ സൈഡിലായിട്ട് മൂലക്കായിട്ട് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി, എനിക്ക് കാണാപ്പാടുമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എൻ്റെ വായിലുപ്പിടുന്ന് എനിക്ക് പറയാൻ നേരത്ത് പേടിയാണ്, സംസാരിക്കാനൊക്കെ പേടിയാണ് പ്രിൻസിപ്പളിനോട്. അപ്പം എൻ്റെ വായിൽ ഞാൻ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിക്കണ്. അങ്ങനെ അപ്പോൾ പുതിയ ക്ലാസ് ടീച്ചറായിരുന്നു. പുതിയ ക്ലാസ് ടീച്ചർ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് പോയി ചെന്ന് സംസാരിച്ചത്. എനിക്ക് പോലും പോയി ചെന്ന് സംസാരിക്കേണ്ടി വന്നില്ല. അപ്പം പ്രിൻസിപ്പൽ മാഡം പറഞ്ഞ്, പുതിയ ബുക്ക് വാങ്ങിച്ചോളാൻ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അത്ഭുതമായി പോയി. ഞാൻ ചോദിച്ചു, എന്താണ് മാഡം എന്താ പ്രിൻസിപ്പൽ മാഡം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞ്, നീ പുതിയ ബുക്ക് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, അത്രയും പറഞ്ഞുള്ളൂ എന്ന് ചോദിച്ചു. എന്താ അത്രയും പോരേന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഞെട്ടി. എനിക്കറിയാൻ പാടില്ല, ഇനി പുതിയ ബുക്ക് വാങ്ങിക്കണം. അപ്പോൾ എനിക്ക് അന്നേരം തന്നെ ഞങ്ങളുടെ കോളേജിൽ ഫോണൊന്നും അലൗഡ് അല്ലാത്ത കാരണം അന്നേരം എനിക്ക് എന്തോ കാര്യത്തിന് ഫോൺ കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ഓർഡർ ചെയ്ത് അത് പറഞ്ഞ സമയത്തിന് മുന്നേ എനിക്ക് വന്ന് കിട്ടി. അത് എനിക്ക് എക്സാമിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ മാർച്ചിലെ എക്സാമിൻ്റെ ടൈമിലായിരുന്നു എനിക്ക് ബുക്ക് കിട്ടിയത്. പുതിയ ബുക്ക് ഞാൻ വാങ്ങിച്ചത്. പുതിയ ബുക്ക് കിട്ടി. ഞാൻ എല്ലാവർക്കും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പ്രാക്ടിക്കലിൻ്റെ എല്ലാ സാധനങ്ങളും സൈനും എല്ലാം ഉണ്ട്. എനിക്ക് മാത്രം സെക്കൻഡ് ഇയറിൽ മാത്രമേ സൈനുള്ളൂ. ഫസ്റ്റ് ഇയറിലാണെങ്കിൽ ഫുള്ള് ബ്ലാങ്കാണ്. അപ്പം എനിക്കാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് തിരിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ചോദിക്കും, എന്താണ് കാര്യമെന്ന് ചോദിക്കും. എനിക്കപ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് വേറെ ചോദിക്കും. എങ്ങാനും തോറ്റു പോകുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പക്ഷേ എന്നാലും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നത് കാരണം എനിക്ക് ഓരോ പ്രാവശ്യം സൈൻ ചെയ്യാൻ പോകാൻ നേരത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സൈനൊക്കെ കിട്ടി. പ്രാക്ടിക്കൽ ദിവസം മാഡം എൻ്റെ ബുക്ക് വാങ്ങിച്ച് എക്സ്റ്റേണലും കൊടുത്ത് എക്സ്റ്റേണൽ സൈൻ ഇട്ട് എല്ലാ ആൾക്കാരുടെയും ബുക്ക് സൈൻ ചെയ്യണത് പോലെ തന്നെ എൻ്റെ ബുക്കും സൈൻ ചെയ്ത് എനിക്ക് കിട്ടി. ഒരു ഒറ്റ കുഞ്ഞു പോലും വിചാരിച്ചില്ല എൻ്റെ ബുക്ക് എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് എല്ലാ പിള്ളേരും വിചാരിച്ചത്. അപ്പം സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് നിൻ്റെ ബുക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പുതിയ ബുക്ക് വാങ്ങിച്ചാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം ഈ 4 വർഷവും കൂടെ ഒറ്റ ബുക്കേ പാടുള്ളൂ. ഈ ഒരു ബുക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 4 വർഷം നിങ്ങൾ പാസ്സാവൂല എന്നാണ് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക് പുതിയ ബുക്ക്, അതായത് ഫസ്റ്റ് ഇയർ ഇല്ല, എനിക്ക് ഫസ്റ്റ് ഇയർ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് സെക്കൻഡ് ഇയർ അമ്മ മാതാവ് എനിക്ക് സൈൻ ചെയ്ത് തന്ന് തോക്കുമെന്ന് വിചാരിച്ച് ഞാൻ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ പാസ്സായി. അങ്ങനെ എനിക്ക് മാതാവ് ഈ 2 കാര്യങ്ങൾ എനിക്ക് കർത്താവിലൂടെ മാതാവിലൂടെ ഈശോ എനിക്ക് ചെയ്തു തന്ന് അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനി ഞാൻ എൻ്റെ ട്വിൻ സിസ്റ്ററിന് കൊടുക്കും. എൻ്റെ പേര് ഹന്ന മരിയ എൻ ജോർജ്. ഞാനിപ്പോൾ 3rd ഇയർ BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ഞാൻ ആന്ധ്രയിലാണ്. ഞങ്ങൾ 2 പേരും. എനിക്ക് കിട്ടിയ, ഞാൻ വളരെ കോയിൻസിഡൻ്റ് ആയിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മെൻ്റലി സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം കോളേജിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. എന്ത് പ്രശ്നം വരുമ്പോഴും അത് എൻ്റെയും ഇവളുടെയും പേരിലായിരിക്കും വരുന്നത്. ഞങ്ങൾ പോലും അറിയില്ലാത്ത കുറേ ട്രബിൾസിലൊക്കെ പേര് വരുന്നത് എൻ്റെ ഇവളുടെ പേരായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ അറിയുന്നില്ല. പിന്നെ അത് വേറെ ആരെങ്കിലും പറഞ്ഞു വരുമ്പോഴായിരിക്കും അറിയണത്, നിങ്ങളാണ് ചെയ്തതെന്നാണ് പറയണത്, നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നം, ഫുൾ ബ്ലാക്ക് ലിസ്റ്റിൽ തന്നെ വേണേൽ ഞങ്ങളുടെ പേര് വന്നു എന്ന് വേണേൽ പറയാം. അതുപോലെ ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പളുടെ വരെ നോട്ടപ്പുള്ളികളായി.
അങ്ങനെ ഇരുന്ന് അത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഇമേജ് മനഃപൂർവ്വം തകർക്കാൻ നോക്കുമായിരുന്നു. അവിടുത്തെ കുറച്ച് പിള്ളേരെല്ലാവരും കൂടി ചേർന്നിരുന്ന് ഞങ്ങളെപ്പറ്റി ആവശ്യമില്ലാത്ത റൂമേഴ്സൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനെ തന്നെ ഞങ്ങളെപ്പറ്റി ഒരു ബാഡ് ഇമേജ് വരാൻ തുടങ്ങി. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളൊരു ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരും BSc നഴ്സിംഗ് പാസ്സായി. സെക്കൻഡ് ഇയറിൽ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിൽ നോക്കിയപ്പോഴത്തേക്കും റിസൾട്ടിൽ ഇൻറ്റേർണൽ മാർക്സ് എനിക്ക് ഇവക്കും ഭയങ്കര കുറവായിട്ടാണ് അവർ തന്നേക്കണത്. ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ട്രബിൾസ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു റൂമർ വരികയും ബാഡ് ഇമേജ് വരികയും കൊണ്ടാണ് അവർ ഞങ്ങളുടെ മാർക്ക് പിടിച്ചിട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സെക്കൻഡ് ഇയറിലായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആകെ വിഷമമായി കഴിഞ്ഞപ്പം അങ്ങനെയാണ് ഇവിടെ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ്. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് പഠിച്ചോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എക്സാമൊക്കെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ വിചാരിച്ച പോലെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. ലോങ് ആൻസർ ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തു. ടൈം മാനേജ്മെൻറ്റ് ഒട്ടും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പക്ഷെ ഞങ്ങൾ ആൻസർ ഷീറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഞങ്ങൾ ഉപ്പിട്ടിട്ടാണ് ഞങ്ങളത് കൊടുത്തത്. അതുപോലെ ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിലും ഞങ്ങൾ ഉപ്പിട്ടിട്ടാണ് ഞങ്ങളവിടെ എക്സാം എഴുതിയത്. അങ്ങനെ ഇവിടെ വെക്കേഷന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നല്ല മാർക്കോടെ പാസ്സാവണമെന്നാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചത്. അങ്ങനെ ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ ഞാൻ നല്ല മാർക്കോടെ പാസ്സായി. ഡിസ്റ്റിങ്ഷൻ വരികയും ബാനറിൽ എൻ്റെ പേര് വരികയും ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഇവക്കാണെങ്കിലും ഫസ്റ്റ് ക്ലാസ് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ആ ചീത്ത ഇമേജ് ബാഡ് ഇമേജ് ഉണ്ടായത് അത്രയും നല്ല മാർക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് കിട്ടിയതുകൊണ്ട് ആ ഒരു ബാഡ് ഇമേജ് മാതാവായിട്ട് തന്നെ ഞങ്ങൾക്ക് മാറ്റാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ ഇപ്പോൾ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കെതിരെ ഇപ്പോഴും ഉണ്ട് കുറേ ട്രബിൾസും കുറേ റൂമേഴ്സും. പക്ഷേ ഞങ്ങൾ എത്രത്തോളം ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നോ അത്രത്തോളം തിരിച്ചാണ് മാതാവ് അവർക്ക് കൊടുക്കുന്നത്. ഞങ്ങളൊന്നും അറിയുന്നില്ല. ഞങ്ങൾ ഉടമ്പടിയിൽ നിന്ന് ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി കളത്തിലിറങ്ങി ഞങ്ങൾക്ക് വേണ്ടി പോരാടാൻ മാതാവ് ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ബൂമറാങ് പോലെയാണ് അവർക്ക് തിരിച്ച് കിട്ടുന്നത്. അത് ഞങ്ങൾ കൺമുൻപിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കോവിഡ് സമയത്ത് എൻ്റെ ദേഹത്ത് മൊത്തം ഭയങ്കരമായിട്ട് സിസ്റ്റും പാപ്യൂൾസൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് എനിക്ക് ചൊറിയുമായിരുന്നു, അലർജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടും മാറിപ്പോകുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ധ്യാനം കൂടുന്ന സമയത്താണ് അത്ഭുതകരമായി മാതാവ് തന്നെ ഇടപെട്ട് എൻ്റെ മുഖത്തുണ്ടായ കുറേ ഇറിറ്റേഷനും പാടുകളും പാപ്യൂൾസ് സിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ മധ്യസ്ഥം കൊണ്ടാണ് അതെനിക്ക് മാറിപ്പോയത്. ഇപ്പം എനിക്ക് അത്രയും ഇറിറ്റേഷനും ചൊറിച്ചിലും ഒന്നുമില്ല. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധിച്ചതും. ഇപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. അതുകൊണ്ട് ഒരു രീതിയിലും ഞങ്ങൾ അവിടുത്തെ കുട്ടികൾക്കൊന്നും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയായി. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വളർച്ചയെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ പണ്ടൊന്നും ഞങ്ങൾ ബൈബിൾ പോലും മര്യാദക്ക് വായിക്കില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അരമണിക്കൂറും അതിൽ കൂടുതലൊക്കെ ഞങ്ങൾ വായിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് മാസം എൻ്റെ അമ്മ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾക്ക് ആന്ധ്രയിലേക്ക് കൊറിയർ അയക്കും. അപ്പോൾ തെലുങ്ക് പത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് അമ്മ അയച്ചു തന്നത്. അപ്പോൾ ഞങ്ങൾ ഈ തെലുങ്ക് പത്രം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾക്ക് മാതാവേ ഞങ്ങൾക്ക് അമ്മ മാതാവ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പത്രം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പത്രം കൊടുക്കുമ്പോഴും ഞങ്ങൾക്ക് അവിടുത്തെ ഭാഷ മര്യാദക്ക് അറിയില്ലെങ്കിൽ പോലും ഞങ്ങൾ മാതാവിനെ പറ്റി എഴുതാറുണ്ട്. ഞങ്ങൾ കുറേ നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടാണ് ഓരോ ആൾക്കാർക്കും ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ കൊന്ത ചെല്ലുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലാസ്സിൽ വെച്ചിട്ടും ഡ്യൂട്ടിയുടെ ഇടയിലും ഒക്കെ ഞാൻ കൊന്ത ചെല്ലാറുണ്ട്. ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനവും ആരാധനയും ഞങ്ങൾ മുടക്കാറില്ല, അതും ഞങ്ങൾ കൂടാറുണ്ട്. സങ്കീർത്തനം 18 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, അങ്ങെനിക്ക് രക്ഷയുടെ പരിചയ നൽകി, അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല. ട്വിൻ സിസ്റ്റേഴ്സാണ് ലിസ്മരിയ എൻ ജോർജും ഹന്ന മരിയ എൻ ജോർജും. ആ മക്കൾക്ക് BSc നേഴ്സിംഗ് അവർ ആന്ധ്രയിൽ പഠിക്കുന്നു. CBSEയിൽ 10th മുതൽ തങ്ങൾക്ക് എങ്ങനെയാണ് തങ്ങളുടെ മമ്മിയുടെ ഉടമ്പടി
തങ്ങൾക്ക് കൂടുതൽ ഉറപ്പേകിയത് പഠന മേഖലകളിൽ അതെങ്ങനെ തങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് എങ്ങനെ തങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ നേഴ്സിങ്ങിന് പോയതിന് ശേഷം അവിടെ ഈ മക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ബാച്ച്മേറ്റിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് ഒരു കോട്ട കെട്ടി ഇവർക്ക് സംരക്ഷണം നൽകി ഉടമ്പടി ഇവർക്ക് ഏറ്റവും ഉറപ്പായി മാറുന്നത്. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഈശോയെയും അമ്മയെയും സ്നേഹിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് ഈ മക്കൾ പരിശ്രമിക്കുന്നു. അതുപോലെ ഇവിടുന്ന് കൃപാസന പത്രമൊക്കെ, തെലുങ്ക് പത്രം, അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അങ്ങനെ ബൈബിളും ജപമാലയും ഒക്കെ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനുമൊക്കെ ഈ മക്കൾക്ക് സാധിക്കുന്നു. ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് അതിനൊക്കെ എങ്ങനെയാണ് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യം, പരീക്ഷയിൽ താൻ തോക്കുമെന്നൊക്കെ പറഞ്ഞ് തൻ്റെ ആ ഡിപ്രസീവ് മൂഡ്, അതിൽ നിന്നൊക്കെ ഈ മകൾക്ക് എങ്ങനെയാണ് മാറ്റം സംഭവിച്ചത്. ഇന്ന് കോളേജിൽ തങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് ലിസ്റ്റ് അത് ഇവർക്ക് മാറി പഠന മേഖലയിൽ തങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിലായി. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. അതാണ് ഈ മക്കൾ പറഞ്ഞത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എൻ്റെ പേര് ശാലിനി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇത് ഹസ്ബൻഡ്, ഞങ്ങളുടെ 2 മക്കൾ. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് മോന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഉടമ്പടി എടുത്ത എല്ലാവരെയും പോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊറോണ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരികയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു. അതിനുശേഷം 2021 എൻ്റെ മോളുണ്ടായി. മോള് ജനിച്ചപ്പോൾ തൊട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവൾക്കുണ്ടായിരുന്നു. ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഡയഗ്നോസിസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിർത്താതെയുള്ള കരച്ചിലായിരുന്നു, ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. രാത്രിയോ പകലോ കുഞ്ഞ് ഉറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ മാറി മാറി കാണിച്ചു. പക്ഷേ ഒരു പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് പോലും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാനും ഒക്കെ കൊണ്ടു നടന്നു. പക്ഷേ അവൾക്കൊരു ഹീലിങ്ങും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഒരു രാത്രിയിൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഇത്രമാത്രം ഒരിക്കലും എനിക്ക് ഒരു വിഷയത്തിൻ്റെ മേലിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രാത്രിക്കപ്പുറം എൻ്റെ കണ്ണുനീര് നീണ്ടു നിൽക്കാൻ ഈശോ എനിക്ക് ഇടയാക്കിയിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഞാൻ ഇത്രയും നാളുകളായിട്ടും പ്രാർത്ഥിച്ചിട്ടും അവളുടെ അസ്വസ്ഥത എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ കടന്നു പോകുന്നത്. അതെന്താണ് എന്നുള്ളത്, എത്ര നാളിതുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പെട്ടെന്ന് മയങ്ങിപ്പോയി. ഉറങ്ങല്ല, ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു വോയിസ് കേൾക്കുകയാണ്, 1.25 വയസ്സെടുക്കും ഇത് മാറാനായിട്ട് എന്നുള്ളൊരു വോയിസ് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ കണ്ണ് തുറന്നു. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവൾക്ക് അതൊക്കെ മാറാൻ തുടങ്ങുന്നു. കാരണം അവൾക്കപ്പോൾ ഒരു 9 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാറുമായിരിക്കും, ഇനി പെട്ടെന്ന് ഹീലിങ്ങിലേക്ക് പോകുമായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ സിംറ്റംസ് വളരെ അധികം ആവുകയാണ് ചെയ്തത് പിന്നീട് അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചൊരു ഡോക്ടർ അമൃതയിലേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്തു, കുറച്ചും കൂടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രോങ്കോസ്കോപ്പി, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമൃതയിൽ പോയി അഡ്മിറ്റായി ബ്രോങ്കോസ്കോപ്പി ചെയ്തു. പക്ഷേ ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒന്നും ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഒരു അഡിനോയിഡ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അത് ഇത്രമാത്രം സിംറ്റംസ് കാണിക്കത്തക്ക രീതിയിലുള്ള അഡിനോയിഡ് സ്വെല്ലിംഗ് ഒട്ട് ഇല്ലതാനും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. കൊച്ച് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു, കണ്ടിന്യൂസ് കരച്ചിലായിരുന്നു. അങ്ങനെ പ്രൊസീജിയേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരേണ്ടി വന്നു. അന്ന് രാത്രി വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒത്തിരി തകർന്ന ഒരവസ്ഥയിൽ ഞാൻ അന്ന് രാത്രി മുഴുവനും ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഇനി എന്താണ് മുന്നിലൊരു വഴി, ഇനി എന്ത് ചെയ്യേണ്ടത്? ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബെഡിലൊന്ന് കിടന്നിട്ട് പോലുമില്ല, 9-10 മാസത്തോളം ആവണു. അപ്പം അന്ന് ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണാണ്. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കുത്തനെയുള്ള ഒരു മലയുടെ മുകളിലേക്ക് കയറി പോകണം. ആ കുന്നിൻ്റെ ഉച്ചിയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കണം. അപ്പോൾ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കുത്തനെയുള്ള ഇറക്കമാണ്, അതായത് 90 ഡിഗ്രിയിലാണ് ആംഗിൾ. അപ്പോൾ ഒരിക്കലും അതിങ്ങനെ ചവിട്ടി ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെയും കൊണ്ട് അപ്പുറത്തേക്ക് അങ്ങ് കടന്നു. പക്ഷെ അത് കടന്നു എന്നുള്ളതിനപ്പുറം അതൊരു ചാട്ടമായിരുന്നു. കാരണം നമുക്കൊരിക്കും പാദം ആ ഒരു 90 ഡിഗ്രി ആംഗിളിൽ നമുക്ക് പാദം ഉറപ്പിച്ച് നിർത്താനൊന്നും പറ്റില്ലല്ലോ.
അങ്ങനെ പിന്നെ ഞങ്ങളുടെ ബോഡി ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. താഴത്തേക്ക് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട്, എൻ്റെ ഒപ്പം മറ്റു പല ആളുകളെയൊക്കെ കാണുന്നുണ്ട്. അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഹോളി ആയിട്ട് കാണപ്പെട്ടു. സിസ്റ്റേഴ്സ് അങ്ങനെ കാണുന്നുണ്ട്, അവരുടെ തട്ടമൊക്കെ അങ്ങനെ പറക്കുന്നത് എനിക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് പിന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ബോഡി നിൽക്കുകയാണ്. എൻ്റെ ബോഡിയിൽ എനിക്ക് കൺട്രോളില്ല, എൻ്റെ ബോഡി ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിന്നപ്പം ഞാൻ പെട്ടെന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് വീണ്ടും പൊന്തി. എന്നിട്ട് ഞാൻ നോക്കുമ്പം കണ്ടത് ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വോയിസ് കേട്ടു, ഇതാണ് രണ്ടാം സ്വർഗം എന്ന് വോയിസ് കേട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ താഴത്തേക്ക് കുനിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ പാദങ്ങളുടെ അടിയിലായിട്ട് ഒരു നീല തടാകം ഞാൻ കണ്ടു. ആ നീല തടാകം എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഭയങ്കര ഭംഗിയുള്ള, അതായത് നമുക്കതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയായിരുന്നു, അതിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു നീല കളറ് അങ്ങനെ ഞാനത് കണ്ടു. അപ്പം നോക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ആളുകൾ ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട്, കണങ്കാല് വരെയാണ് വെള്ളത്തിന് ഉള്ളത്, അതങ്ങനെ ചവിട്ടിയിട്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവും, കാരണം ഒരു ഡോറുണ്ട്. ആ ഡോർ ഒരു കുറച്ച് ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. പുറത്തുനിന്ന് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്തേക്കൊരു വഴിയുണ്ട്, ആളുകൾ ആ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചവിട്ടി ഇറങ്ങുകയാണെങ്കിൽ എനിക്കും പുറത്തേക്ക് പോവാം എന്നോർത്ത് ഞാനിങ്ങനെ, എൻ്റെ ബോഡി മുകളിലാണ്, കാല് മുകളിലാണ്, വെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഞാൻ കാല് വെള്ളത്തിലേക്ക് ചവിട്ടാൻ നോക്കി, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടും എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഞാൻ കണ്ണു തുറന്നു. അപ്പോൾ തൊട്ട് ആ സ്വപ്നം എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. ഈ നീല കളർ എന്നെ ഭയങ്കരമായിട്ട്, ഇതെന്താണ്, എന്തോ ഒരു മെസ്സേജാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ നീല കളറ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, രണ്ടാം സ്വർഗം, ഇതൊക്കെ എന്താണ് ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറേ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, നീല കളറിൽ നമുക്ക് എന്താണ് പ്രത്യേകതയുള്ളത്, നമ്മുടെ സഭ എന്താണ് പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ആൻസറും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇതൊരു വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇത് എന്താണെന്നുള്ളൊരു മീനിങ് എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ വചനം വായിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഉടമ്പടിയെ കുറിച്ചിട്ടുള്ള വചനഭാഗങ്ങൾ കിട്ടാൻ തുടങ്ങി. പഴയ നിയമം ആയിക്കോട്ടെ, പുതിയ നിയമം ആയിക്കോട്ടെ, ലേഖനഭാഗം ആയിക്കോട്ടെ, എപ്പോഴും എടുത്താലും ഉടമ്പടിയെ കുറിച്ചിട്ടുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും, ഇത്രയധികം ഭാഗങ്ങളിൽ ഉടമ്പടിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അല്ലേ എന്നങ്ങനെ തോന്നി. അതിനുശേഷം ഒരു ദിവസം അവിചാരിതമായിട്ട് യൂട്യൂബ് നോക്കുമ്പം അച്ഛൻ്റെ ടോക്കും ആരാധനയും ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞാണെങ്കിൽ കിടക്കുകയൊന്നുമില്ല, 1-2 മിനിറ്റാണ് അവൾ, പകലോ രാത്രിയോ ഒക്കെ കിടക്കാൻ 1-2 മിനിറ്റാണ്. അപ്പോൾ ആ ഒരു 2 മിനിറ്റ് അവളെ കിടത്തിയിട്ടാണ് ഞാനൊന്ന് വാഷ്റൂമിലേക്കൊക്കെ ഒന്ന് ഓടിപ്പോവാം. അപ്പോൾ ഞാൻ അവളെ കിടത്തി, എന്തായാലും അവൾ എണീക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ടോക്ക് ഇത്തിരി ഉറക്കനെ തന്നെ കൊച്ചിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ ഞാൻ കുറച്ച് കയറുമ്പോൾ തന്നെ അവളുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ തുറന്ന് വരേണ്ടത്, പക്ഷേ അവളുടെ അനക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ടോക്ക് കേട്ടിട്ട് അങ്ങനെ ആ 1.5 മണിക്കൂറോളം കുഞ്ഞ് ആദ്യമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഈ ടോക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ പിന്നീട് ഒരു തവണയും കൂടെ അവൾക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഉറങ്ങി. പിന്നൊരു ദിവസം പിന്നീട് അങ്ങോട്ട് ടോക്ക് വെച്ചിട്ടും അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴൊക്കെയോ ഞങ്ങൾക്ക് ഉടമ്പടിയിലേക്ക് നമ്മുടെ ചിന്തകൾ തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാനായിട്ട്, പക്ഷേ എനിക്കപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞിന് ആ വിഷയത്തിൽ ഹീലിംഗ് കിട്ടി. അത് 1 വയസ്സിലായിരുന്നു അവൾക്ക് ആ ഹീലിംഗ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് ഈശോ ആ വോയിസ് എനിക്ക് തന്നത് ഈ ഉടമ്പടിനെ കുറിച്ചിട്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഉടമ്പടിയിൽ 3 മാസം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു 4-5 മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവൾക്ക് വീണ്ടും പനി, കണ്ടിന്യൂസ് ആയിട്ട് ഫീവർ വരാൻ തുടങ്ങി. അത് 104 ഡിഗ്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫീവറാണ്. ആ പനി കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ മാറി കാണിച്ചു. പക്ഷേ ആൻറ്റിബയോട്ടിക്സുകൾ സ്റ്റാർട്ട് ചെയ്തു. പല കോഴ്സ് ആൻറ്റിബയോട്ടിക്സ് കഴിഞ്ഞിട്ടും കുറവില്ലാതെ ലാസ്റ്റ് ഞങ്ങൾ കാണിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അമൃതയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ്, നമുക്കിനി ഇവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇനി വേറെ ആ ഭാഗത്ത് ഇനി ഹോസ്പിറ്റലുകളൊന്നും ഇല്ല തൃശ്ശൂർ, ഇനിയിപ്പോൾ തിരിച്ച് അമൃതയിലേക്ക് പോരണം. അപ്പോൾ ഇപ്പോൾ പോകണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് പോകണമെന്നില്ല, നാളെ പോയാലും മതി എന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിലേക്ക് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് വന്നെങ്കിലും ഞങ്ങൾക്ക് അപ്പോൾ തന്നെ പോകണം എന്നുള്ള ഒരു വീട്ടിലേക്ക് വീട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുണ്ടാവണില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ രാത്രിയിലൊരു 11:30 നേരത്ത് കുഞ്ഞിനെയും കൊണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ കുഞ്ഞിന് വേണ്ടി ക്യാനിലൊക്കെ നോക്കി, കാഷ്വാലിറ്റിയിൽ വന്നു, ക്യാനിൽ നോക്കി, ഒന്നും കിട്ടുന്നില്ല. 1 മാസത്തോളമായിട്ട് ഇഞ്ചക്ഷൻസും ഇതൊക്കെ പോയിട്ട് ക്യാനിലോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അഡ്മിഷനായി. ക്യാനിലില്ലാതെ തന്നെ അഡ്മിഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഒരു 7 മണിയോട് കൂടി അവൾക്ക് ഫീവർ ഷൂട്ട് ചെയ്ത് ഫിറ്റ്സ് അടിച്ചു. ഫെബ്രൈൽ സീഷറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അത് കണ്ടിട്ട് സിസ്റ്റേഴ്സിനെ വിളിച്ചു, വിളിച്ചു. അവർ ഓടി വന്നു. കൊച്ചിനെ എടുത്ത്
അവരുടെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് ഓടി. ആ ഓടുന്ന സമയത്ത് അവൾ വൊമിറ്റ് ചെയ്തത് മുഴുവനും ആസ്പിറേറ്റ് ചെയ്തു. മലർന്നാണ് കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് പോയപ്പോൾ എനിക്ക് ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, എനിക്ക് ഏകദേശം കാര്യങ്ങൾ ധാരണയായി. അവൾ ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ ചെന്ന് അവിടെ ഡോക്ടേഴ്സൊക്കെ ആ സമയത്ത് റൗണ്ട്സിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡോക്ടേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ കൊച്ചിന് വേണ്ടിയുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പുറത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അപ്പോൾ അവിടെ ഇല്ല, താഴത്തേക്ക് പോയി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാനിവിടെ നിന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചോളം, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഈ 1 മാസത്തോളം ഞാൻ അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് അവരെന്നെ അലോ ചെയ്തു. അങ്ങനെ ഞാൻ നിന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാച്ചുറേഷൻ വല്ലാതെ ഡൗൺ ആകാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അമ്മ പുറത്ത് നിന്നോളൂ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി കാശ് രൂപം മുറുക്കെ പിടിച്ച് എൻ്റെ മുന്നിൽ കുഞ്ഞിനെയുള്ള ആ മുറി ഡോർ അടച്ചു. അപ്പോൾ ഞാൻ ആ കാശ് രൂപം മുറുക്കെ പിടിച്ചിട്ട് ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, കർത്താവേ നീ തന്നു, നീ എടുക്കുകയാണെങ്കിൽ എടുത്തോ, നിൻ്റെ നാമത്തിനെ ഞാൻ മഹത്വപ്പെടുത്തത്തുള്ളൂ. പക്ഷേ ഒന്നെനിക്ക് നിൻ്റെ അടുത്ത് പറയാനുണ്ട്, ഈ ഇത്രയും പ്രായം വരെ ഞാൻ അവളെ ഒരു കണ്ണ് അടയ്ക്കാതെ ഞാൻ അവളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവകാശം എനിക്കുണ്ടെങ്കിൽ അവളെ എനിക്ക് പകുതി ജീവനായിട്ട് എൻ്റെ കയ്യിലേക്ക് തരരുത്, അവളെ തരുവാണെങ്കിൽ എനിക്ക് മുഴുവനോടെ തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു മോള് പെട്ടെന്ന് തന്നെ സ്റ്റേബിളായി, കുഴപ്പമില്ല, ഇനി ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞു, സാച്ചുറേഷൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് പക്ഷേ പനി അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബെഡിലേക്ക് പോന്നു. പക്ഷേ പനി വിടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ആൻറ്റിബയോട്ടിക്സ്, വാങ്കോമൈസിൻ പോലുള്ള സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് ആണ് അവൾക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിലൊന്നും ആൻറ്റിവൈറൽസ് അങ്ങനെ ഒരുപാട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. സാച്ചുറേഷൻ കംപ്ലീറ്റ് റിക്കവർ ആയിട്ടില്ലാത്തതുകൊണ്ട് ഓക്സിജൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിസിൻസും ഒക്കെ തുടങ്ങിയെങ്കിലും പനി വിടുന്നുണ്ടായിരുന്നില്ല. 104 ഡിഗ്രിയിലാണ് പനി നിൽക്കുന്നത്. കണ്ടിന്യൂസ് നനച്ച് തുടച്ചുകൊണ്ടിരിക്കണം, എന്നിട്ടും പനി വിടുന്നില്ല. എപ്പോൾ വേണമെങ്കിലും അടുത്ത ഫെബ്രൈൽ സീഷർ അടിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇഞ്ചക്ഷൻ, പനിക്കുള്ള ഇഞ്ചക്ഷൻസ് പ്രത്യേകം സ്റ്റാർട്ട് ചെയ്തിട്ടും പനി കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് എന്താണെന്ന് ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ്, അതിൻ്റെ ഇടയിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരൊരു അനുമാനത്തിലെത്തി ബ്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കണം. അതുകൊണ്ട് CT ബ്രെയിനിനെ സജസ്റ്റ് ചെയ്തു. 12 മണിയോടുകൂടി CT ബ്രെയിനിന് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്തൊക്കെ സംഭവിച്ചാലും CT റിപ്പോർട്ടിൽ ഒരു പോറൽ പോലും ഇല്ലാത്ത റിപ്പോർട്ട് എനിക്ക് കിട്ടണം. അങ്ങനെ ഞാൻ കാശുരൂപവും തൈലമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. CT കഴിഞ്ഞ് കുഞ്ഞ് വന്നു, CT റിപ്പോർട്ട് വന്നു, CT നോർമലായിരുന്നു. പക്ഷേ അപ്പോഴും കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം അവർ LPക്ക് സജസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ LP നട്ടെല്ല് കുത്തി പരിശോധിക്കുന്നത് അത് ചെയ്തു. അതിലും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ചൊവ്വാഴ്ചയായിരുന്നു, ആ LP ചെയ്യുന്നത് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മുടെ അച്ഛൻ്റെ ടോക്കും ആരാധനയും കുഞ്ഞിന് കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലത്ത് സെഡേഷൻ കൊടുത്തെങ്കിലും അവൾ സെഡേറ്റഡ് ആവാതെയാണ് LP ചെയ്യാണ്ടി വന്നത്. അതുകൊണ്ട് ഈവനിങ് ആയതോടുകൂടി അവൾ സെഡേറ്റഡ് ആവാൻ തുടങ്ങി, കുറേശ്ശെ മയങ്ങാൻ തുടങ്ങി. അങ്ങനെ 3rd ഡേയിൽ ആ കുഞ്ഞ് ഒന്ന് മയങ്ങി. അപ്പോൾ ഞാൻ അവളെ ബെഡിൽ ഇങ്ങനെ കിടത്തി അവൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഭയങ്കര ആ ഒരു സമയത്ത് വന്നു. അതുവരെ ഞാൻ വളരെയധികം അങ്ങനെ തളർന്നിരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കാനൊന്നും പറ്റാതെ തന്നെ. അപ്പം ഭയങ്കരമായിട്ടൊരു ഉണർവും എന്തൊക്കെയോ ഒരു പ്രത്യേക ഒരു എനർജി എനിക്ക് കയറാൻ തുടങ്ങി. ഞാൻ നല്ല ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി 10 മണി ആയപ്പോഴത്തേക്കും അവളുടെ പനി വിടാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം, അവൾക്ക് ഫസ്റ്റ് ഡേയിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് 2nd ഡേ തൊട്ടിട്ട് ഉച്ച തൊട്ടിട്ട് അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. ക്യാനിൽ ഒരു ഡോസ് കൊടുത്ത് പകുതി എത്തുമ്പോഴത്തേക്കും ഔട്ടായി പോകുമായിരുന്നു. പുതിയ ക്യാനിൽ ഇടാനായിട്ട് വെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫീവറിനുള്ള മെഡിസിൻസോ അതുപോലെ ആൻറ്റിബയോട്ടിക്സോ ആൻറ്റിവൈറൽസോ ഒന്നും കൊച്ചിന് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ പനി വിടാൻ തുടങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കൊച്ചിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൂം കിട്ടാനൊക്കെ അവിടെ അമൃതയിൽ ഭയങ്കര പാടാണ്. പക്ഷേ ഹസ്ബൻഡ് 3 ദിവസമായിട്ടും അന്വേഷിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല റൂം. ഞാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കി ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് ബെഡിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് വിളി വന്നു, റൂം റെഡിയാണ്, ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റൂം നമുക്ക് രാത്രിയോടുകൂടി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് അവളുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ ഇവിടെ വന്നത് ആണോ പ്രശ്നമായി പോയത്? നമ്മൾ അവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നോ ഈ ഫിറ്റ്സ് വന്നത് എന്നിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അത് തന്നെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞു നിർത്തതും ഞാനൊരു കാഴ്ച കാണുകയാണ്. അതായത് കുഞ്ഞിനെ എടുത്തിട്ട് ആ നഴ്സസ് ഓടിപ്പോയ ആ ഒരു
നേഴ്സസ് റൂം ട്രീറ്റ്മെൻറ്റ് റൂം ഉണ്ടായിരുന്നല്ലോ. ആ ട്രീറ്റ്മെൻറ്റ് റൂമിൽ കൊച്ചിനെ ഈശോനെ കാണുന്നു. ഈശോയുടെ ചുറ്റും ശിഷ്യന്മാർ നിൽക്കുകയാണ്. അവർ ഓട്ടി ഡ്രസ്സ് പച്ച ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈശോ എന്നെ ഫേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. മുഖത്ത് ഭയങ്കര കൂൾ ഫേസ് ആയിരുന്നു, ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. അത്രയും ഞാൻ കണ്ടു. ഈശോ ഡയറക്ഷൻസ് കൊടുക്കുന്നു, ശിഷ്യന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്, അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനൊരു വോയിസ് കേൾക്കുകയാണ്. അതെൻ്റെ ചെവിയിലല്ല, എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ കേൾക്കണേ. ഞാൻ വോയിസ് കേട്ടത് ഇങ്ങനെയാണ്: ഈശോ ഇങ്ങനെയാണ് കടലിനെ ശാന്തമാക്കിയതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ പെട്ടെന്ന് അലർട്ടായി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ ഒരു കാഴ്ച. എങ്ങനെയാണ് കടലിനെ ഈശോ അങ്ങനെ ശാന്തമാക്കണേ? നമ്മൾ ഭയങ്കര അധികാരത്തോടു കൂടിയൊക്കെ ശാന്തമാക്കണ ഒരു ഈശോനെയല്ലേ നമ്മുടെ കാഴ്ചയിൽ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ ഒരു തോന്നലായിട്ടായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചത് വിട്ട് കളയാം. എന്തായാലും ഈശോ അവൾക്ക് കൊടുത്ത ഹീലിംഗ് നമ്മളിവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വിട്ട് കളയണം എന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജായി വീട്ടിലെത്തി. കുഞ്ഞിന് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, എല്ലാത്തിലും നോർമലായിരുന്നു, ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ക നോർമലായിട്ട് കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റി. അതിനുശേഷം ഞാൻ ഈ ഒരു സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്ത അതൊരു ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ധ്യാനം കൂടാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് അച്ഛൻ ടോക്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈശോ കടലിനെ ശാന്തമാക്കിയ ആ ഒരു ഭാഗമാണ് അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയാണ്: നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ ഇളകി മറിയുന്ന കടലിൽ ഒരു വള്ളത്തെ കടന്നിട്ട് ഈശോ ഉറങ്ങുമായിരുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കണേ? ഒരിക്കലുമല്ല. ഈശോ ഉറങ്ങുമായിരുന്നില്ലേ? ഈശോ ഉറക്കം നടിക്കുമായിരുന്നു. സ്രാങ്കിന് പോലും അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈശോ ഉറങ്ങുമായിരുന്നില്ലേ? ഉറക്കം നടിക്കുമായിരുന്നു. ഇത്തരമൊരു സിറ്റുവേഷനിൽ എങ്ങനെ ശിഷ്യന്മാർ കൈകാര്യം ചെയ്യുന്നു എന്ന് ഈശോയ്ക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടി ഈശോ ഉറക്കം നടിക്കുമായിരുന്നു. ഈശോ ചിരിച്ചുകൊണ്ടാണ് ആ കടലിനെ ശാന്തമാക്കിയത് മക്കളെ എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ കട്ട് ചെയ്യണമെന്ന് സാക്ഷ്യം പറയുവാണെങ്കിൽ തന്നെയും പറയരുത് എന്ന് തീരുമാനിച്ച ഭാഗമാണല്ലോ ഈശോ അച്ഛൻ ഇങ്ങനെ പറയുന്നത്. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ഉടമ്പടിയിലേക്ക് വരാനുണ്ടായൊരു വിഷയമാണ്. സ്വപ്നം ഇങ്ങനെ കണ്ടു. അതിനുശേഷം ആ സ്വപ്നത്തിൻ്റെ അർത്ഥങ്ങളെ കുറിച്ചിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. നീലത്തടാകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ എനിക്കൊന്നും ആൻസർ കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്കതിനെക്കുറിച്ചുള്ള മറുപടി എന്തായാലും തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഉടമ്പടി എടുത്ത് 3 മാസം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഉടമ്പടി എടുത്ത് 3-ാം ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് തോന്നി ഉടമ്പടി പുസ്തകം വായിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വലിച്ചുകൊണ്ട് പോണ പോലെയാണ്. ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉടമ്പടി പുസ്തകം എടുത്തു. തുറന്ന വഴിക്ക് എനിക്ക് കിട്ടിയത് 31-ാമത്തെ പേജാണ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു: ദൈവ സാന്നിധ്യത്തിൻ്റെ നിറമാണ് നീല. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. പുറപ്പാട് 24:10. ഈ വചനാണ് ഞാൻ പുസ്തകം തുറന്ന വഴിക്ക് എടുത്ത് കിട്ടുന്നത്. ഈ ഭാഗമാണ് ഞാൻ വായിച്ചു. എൻ്റെ ശരീരം മുഴുവൻ വല്ലാത്തൊരു കുളിര് കോരുന്നൊരവസ്ഥ, വല്ലാത്തൊരു അഭിഷേകം എന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ട സ്വപ്നം ഈ വചനവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണെന്നുള്ളത് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 3 മാസം കംപ്ലീറ്റ് ആവുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആരോ പറഞ്ഞു തരണത് പോലെ ഞാൻ കണ്ട സ്വപ്നത്തിലെ ഓരോ സ്റ്റെപ്സും ഇങ്ങനെ എനിക്ക് മീനിങ്ങുകൾ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരികയാണ്. അതായത് ഞാൻ കണ്ട നീല തടാകം അത് മരിയൻ ഉടമ്പടിയാണ്. ആ മരിയൻ ഉടമ്പടിയിലൂടെ ഈശോയാകുന്ന പ്രകാശത്തിലേക്കാണ് നമ്മൾ നടക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. അതുപോലെ ഈ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥ അതൊരു 2-ാം സ്വർഗീയ അനുഭവം തന്നെയാണ്. നമ്മൾ ഞാൻ 2019 ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കാനായിട്ട്. ഞാൻ ഉടമ്പടി വലിയ സംഭവമാണ് എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ ഒരു പത്രപ്രവർത്തനം മാത്രമായിരുന്നു 2019 ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ടായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ 2023 ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കുന്നത് എല്ലാ നിബന്ധനകളും പാലിക്കുന്നത് ഭയങ്കര എഫേർട്ട്ഫുള്ളായിട്ടാണ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് എൻ്റെ കഴിവ് അനുസരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം പുതുക്കിയിട്ടും എനിക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ അത് എനിക്ക് ഈശോ മനസ്സിലാക്കി തന്നു. അതായത് ഈ ഉടമ്പടിയിലായിരിക്കുന്നത് പോലും കർത്താവിൻ്റെ കൃപയാണ്. അതൊരിക്കലും നമ്മുടെ കഴിവുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗങ്ങളൊന്നും വെച്ചില്ല. ഒന്ന് മാത്രമേ വെച്ചുള്ളൂ: ഈശോയെ, ഈ ഉടമ്പടിയിൽ ഏറ്റവും തീക്ഷ്ണതയോടും ആത്മാർത്ഥതയോടും കൂടെ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കൃപ മാത്രം മതി. അത്
മാത്രമാണ് ഞാൻ 6 നിയോഗങ്ങളുമായിട്ടും എഴുതിയത്. വേറെ ഒന്നും ഞാൻ എഴുതാനായിട്ട് ശ്രമിച്ചില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് അത്ഭുതകരമായിരുന്നു. എനിക്ക് ഉടമ്പടിയിൽ കൂടുതൽ ശക്തമായിട്ട് ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു. അതിന് ഞാൻ ഒത്തിരി ദൈവത്തോട് നന്ദി പറയുന്നു. ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും ഈവൻ ഒരു ഈ ഉടമ്പടി പ്രാർത്ഥന പോലും എത്രമാത്രം അങ്ങനെ ഓരോ സ്റ്റെപ്സും ഈശോ ഓരോ സമയത്ത് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ അനുഭവം. പിന്നെ മൂന്നാമതായിട്ട് മോന് വേണ്ടിയിട്ടാണ്. മോനും ഇതുപോലെ തന്നെ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. LKG UKG കൊറോണയായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇങ്ങനെ പനിയും ഇടയ്ക്കിടെ പനിയും അഡ്മിഷൻസും ആയിരുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു വർഷമായിട്ട് 3-ാം ക്ലാസ് തൊട്ട് ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അവന് ഒരു തടസ്സവും ഇല്ലാതെ, സാധാരണ കുട്ടികൾക്ക് വരുന്ന പനി ജലദോഷം വന്നു പോകുന്നതല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്കൂളിൽ 3rd സ്റ്റാൻഡേർഡിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ 1-2 പ്രാവശ്യം കാണാനുള്ള ഭാഗ്യവും ഈ മകന് ലഭിച്ചു. അതിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. 2019 ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല ഞാൻ എന്തിലായിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത്, എത്രമാത്രം സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിയിലാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചിരുന്നുവെങ്കിലും എനിക്ക് ഒരു ബോധ്യമില്ലാതെയാണ് ഞാൻ ഉടമ്പടിയിലായിരുന്നത്. പക്ഷേ ഈ 2023 കൃത്യമായ ബോധത്തോടു കൂടെയാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കണേ. പക്ഷേ ഒരു തവണ പോലും പരിശുദ്ധ അമ്മേനെ കാണാനോ അനുഭവിക്കാനോ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അന്നത്തെ പോലെ ഒന്ന് അമ്മേനെ കാണാനോ അനുഭവിക്കാനോ ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭയങ്കര കൊതി. ഒരു ദിവസം ഞാനിങ്ങനെ അതിനുവേണ്ടി തന്നെ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നു. അപ്പോൾ ഞാൻ മാതാവിനെ ഈ ഉടമ്പടിയിൽ ആകെ ഒരൊറ്റ തവണ ഞാൻ മാതാവിനെ കണ്ടു. അമ്മയുടെ ഉടുപ്പ്, വെള്ള ഉടുപ്പ്, ആ വെള്ള ഉടുപ്പിൽ നിന്ന് നീല പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ്, കൃപാസനത്തിൻ്റെ ഈ അഭിഷേകം ലോകം മുഴുവനും എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എന്താണ് കൃപാസനത്തിൻ്റെ അഭിഷേകം? അങ്ങനെ അത്രയും ഇത് കണ്ട് ഞാൻ കണ്ണു തുറന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ കിടന്ന് എന്താണ് കൃപാസനത്തിൻ്റെ അഭിഷേകം? അപ്പോൾ ഓരോന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി. അതായത് ഒരു സമയത്ത്, കൊറോണ സമയത്ത് നമ്മുടെ ദേവാലയങ്ങളൊക്കെ അടച്ചുപൂട്ടും, അല്ലെങ്കിൽ ഇനി ദേവാലയങ്ങളൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ മ്യൂസിയങ്ങളായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടോ മാറിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ നിറച്ചും വിശുദ്ധ കുർബാനയ്ക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകം. കുമ്പസാരക്കൂടുകൾ കാലിയായിരുന്നൊരു സമയത്ത് നിന്ന് ഇന്ന് ഓരോ കുമ്പസാരക്കൂടുകളിലും നിരനിരയായിട്ട് ആളുകൾ ഹൃദയം കൊണ്ട് കുമ്പസാരിക്കാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അതല്ലേ കൃപാസനത്തിൻ്റെ അഭിഷേകം. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലേ ഈശോ പറഞ്ഞ ലോകം മുഴുവനും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞ അതേ അഭിഷേകം, കൃപാസനത്തിൻ്റെ അഭിഷേകം അതാണ് എന്ന് എനിക്കൊരു ബോധ്യം. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഇന്ന് ആർക്കും കാരുണ്യം കാണിക്കാൻ ഒരു മടിയില്ലാത്ത വിധത്തിൽ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ കൃപാസനത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ അങ്ങനെ ഒരു തോട്ട്സ് ഈശോ എനിക്ക് തന്നു. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഇന്നലെ ഞാൻ മറ്റൊരു അനുഭവം ഉണ്ടായത്, പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് പണികളിലായിരുന്നു വീടിൻ്റെ മുറ്റത്ത് അടുക്കള വശത്ത് പിറകിൽ. അങ്ങനെ സ്റ്റെപ്പിൽ ഒരു ചവിട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ഇവള് ആ ചവിട്ടി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ഓരോ ചെയ്യണം, പിന്നെ വീണ്ടും കയറും, അങ്ങനെ കയറി ഇറങ്ങി അവൾ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ ചവിട്ടിയുടെ അടിയിൽ വല്ല പാമ്പെങ്ങാനും ഉണ്ടാവും. പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കയറി. അപ്പോൾ ഞാൻ ആ ചവിട്ടിയുടെ തുമ്പ് പിടിച്ച് ഞാൻ ഇതിരി അകന്ന് നിന്നിട്ട് പതുക്കെ ആ ചവിട്ടി ഇങ്ങനെ പൊന്തിച്ചപ്പം അതിൻ്റെ അടിയിൽ ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ആ ചവിട്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും പ്രാവശ്യം കയറി ഇറങ്ങിപ്പോയത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചു. നമ്മളതിനെ ആ ഒരു അപകടത്തിൽ നിന്ന് കുഞ്ഞിനെ ഈശോ അത്ഭുതകരമായിട്ട് സംരക്ഷിച്ചു. പരിശുദ്ധ അമ്മ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 2-3 ദിവസം ഞാൻ നിന്ന് പറയേണ്ടി വരും. അത്രമാത്രം അനുഭവങ്ങളാണ് ഈ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായത്. ഈശോയെ ഞാനെപ്പോഴും വിചാരിക്കും, ഈ ഉടമ്പടി കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കാട്ടിലും വലിയൊരു മഹാഭാഗ്യം സ്വർഗം നമുക്കിനി തരാനില്ല. കർത്താവ് സ്വർഗം നമ്മളോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുണയാണ് നമ്മളിപ്പോഴായിരിക്കുന്ന ഈ ഉടമ്പടി. പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അച്ഛൻ പറയാറില്ലേ, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോകുകയൊന്നും ചെയ്യരുത്. പിടിച്ചു നിൽക്കാനായിട്ട് കർത്താവ് നമ്മൾക്ക് ശക്തി തരും. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. അവസാനം വിജയം സ്വർഗത്തിൻ്റേത് തന്നെയായിരിക്കും. എത്ര തളർന്നു പോയാലും വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ പ്രഭാതത്തിലും നമ്മെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്വർഗീയ ഉടമ്പടിയിലായിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ഇപ്പോഴും കൂടെ നടക്കുന്ന അനുഭവത്തിന് നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. യെശയ്യാ 43:4
നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ശാലിനി സന്തോഷ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ മർമ്മങ്ങളെയും വളരെ സുന്ദരമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് ഉടമ്പടി എങ്ങനെ ജീവിക്കണം, ഉടമ്പടിയെ എങ്ങനെ തിരിച്ചറിയണം, ഉടമ്പടി എന്താണ് ഈ കാലഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അഭിഷേകം എന്നിവയെക്കുറിച്ചുള്ള ധാരണകളാണ്. മകൾ പറയുന്നുണ്ട്, ലോകം മുഴുവനും ഒരു ഉടമ്പടി കാലത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നുവെന്നത് അനുഗ്രഹമായി മകൾ ഏറ്റുപറയുന്നു. ലോകം മുഴുവനും സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സാധാരണ മനുഷ്യരെ ഒരുക്കിവിടുന്ന ഇടമായി കൃപാസനം മാറി. അതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകമെന്ന മകൾ ഏറ്റുപറയുന്നു. അതോടൊപ്പം വചനം വായിക്കുവാൻ, ഒരുക്കത്തോടുകൂടി കുമ്പസാരത്തിലേക്ക് അണയുവാൻ, വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ ആലയം ഒരുക്കിയെടുത്തു എന്നതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകമെന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ഒരു ആത്മീയ നവോത്ഥാനത്തിന്, ലോകം മുഴുവനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന്, പലതരത്തിൽ ലോകമോഹങ്ങളിൽ തകർന്നു കിടക്കുന്ന ജീവിത ബന്ധങ്ങൾക്ക് ദൈവം മാത്രമാണ് ശാശ്വതമായ സ്നേഹവും സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് ഈ നാളുകളിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത്. മകൾ അതിൻ്റെ ഏറ്റവും നല്ല ജീവിതാനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറഞ്ഞത് ഇളയ മോൾക്കുണ്ടായ രോഗാവസ്ഥയെക്കുറിച്ചാണ്. വളരെ ഗുരുതരമായ രീതിയിൽ കുഞ്ഞിൻ്റെ പനി കൂടുകയും വെന്റിലേറ്ററിലാവുകയും വല്ലാതെ ഓരോ നിമിഷവും വല്ലാതെ ക്ലേശത്തിലൂടെ കടന്നു പോവുകയും ഫിറ്റ്സ് വന്ന് രോഗം തീവ്രമായി തീരുകയും ചെയ്ത അവസ്ഥകളെക്കുറിച്ചാണ്. അപ്പോഴൊക്കെയും മകൾക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നത് പരിശുദ്ധമ്മയുടെ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കുഞ്ഞിൻ്റെ കരങ്ങളിലേക്ക് കാശുരൂപം കൊടുത്തുകൊണ്ട് ആ കാശുരൂപത്തിൻ്റെ സംരക്ഷണയിൽ, അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആരോഗ്യത്തോടെ കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ആഗ്രഹവുമായിരുന്നു. അതിന് കുഞ്ഞിന് ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെ, ചുരുക്കം നിമിഷങ്ങൾ കൊണ്ട് ലഭിക്കുന്ന വലിയ സൗഖ്യത്തെയാണ് ശരിക്കും മകൾ ഇവിടെ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. കുടുംബത്തിന് ഓരോരുത്തർക്ക് ലഭിച്ച ഓരോരോ അനുഗ്രഹങ്ങളെ, ദൈവാനുഭവങ്ങളെ പ്രത്യേകമായിട്ട് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ സാക്ഷ്യത്തിനും പറയുന്നുണ്ട്, 2019 ഞാനെടുത്ത ഉടമ്പടി എനിക്ക് ജീവിക്കുക എളുപ്പമായിരുന്നു. ആ പത്രം കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിയായി എനിക്ക് തോന്നിയത്. എന്നാൽ 2023 ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഓരോ കാര്യവും എനിക്ക് വളരെ പ്രയാസകരമായിരുന്നു. കുറേ കൂടി അമ്മ മാതാവിനെ അടുത്തറിയുവാൻ, കുറേ കൂടി വചനം വായിക്കുവാൻ, കുറേ കൂടി വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കുറേ കൂടി ദൈവഹിതമനുസരിച്ച് കുടുംബത്തിൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ എന്നെ അമ്മ മാതാവ് ഒരുക്കുകയും ഈശോ തമ്പുരാൻ എനിക്ക് കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്തുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ ജീവിതത്തിൻ്റെ പുരോഗതി, അത്ഭുതകരമായ ജീവിതത്തിൻ്റെ വഴിതെളിക്കലുകൾ, അത്ഭുതകരമായ കുടുംബത്തിന് സമാധാനം എപ്പോഴും ഉറപ്പു തരുന്നുണ്ട്. നമുക്ക് ഈ അമ്മയുടെ അരികിൽ നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ആഗ്രഹത്തോടും ശരണത്തോടും പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഏതൊരു നിയോഗവുമായി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കൃപാസനത്തിൻ്റെ മണ്ണിൽ കാലുകുത്തി ഉടമ്പടിയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, ആ നിയോഗങ്ങളെ എത്രയും വേഗം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ എന്ന്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും ദൈവപിതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ക്രിസ്റ്റൽ. ഞാൻ പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 നവംബർ മാസത്തിലാണ്. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് ഞാൻ MOH സൗദി എക്സാം അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിൽ ചെയ്തിട്ടായിരിക്കുമായിരുന്നു. രണ്ടാമത്തെ അറ്റംപ്റ്റിന് ഞാൻ പോയി. ആ സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് OT ആണ്, പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻസും വൈവയും എല്ലാം വന്നത് വേറെ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു.
ആ സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവർ ചോദിക്കുന്നതെല്ലാം എനിക്ക് ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ തന്നെ ജോലി ചെയ്തിട്ട് നമുക്ക് സാലറി എല്ലാം കുറവായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. ആ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ഓർക്കുകയും ഞാൻ പറഞ്ഞു, എനിക്ക് ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ റിട്ടേൺ ടെസ്റ്റ് ഞാൻ പാസ്സായി. വൈവ ഞാൻ ആൻസർ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരെന്നെ സെലക്ട് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വചനങ്ങൾ ഉരുവിട്ടു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ സെലക്ഷൻ കിട്ടി. ഞാനത് പാസ്സായി. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ ഓരോ നിയമങ്ങളും സമയച്ചുരുക്കത്തിൻ്റെ മാതാവായ കൃപാസന പ്രസാദന മാതാവ് എനിക്ക് സാധിച്ചു തന്നു. എൻ്റെ കൂടെ ഇതിനു മുമ്പ് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായി എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തിരുന്നവർക്ക് പോലും വിസയും എല്ലാ കാര്യങ്ങളും ലേറ്റായെങ്കിലും എൻ്റെ വിത്തിൻ 3 months കൊണ്ട് മാതാവ് എനിക്ക് ടിക്കറ്റ് വരെ ശരിയാക്കി എനിക്ക് സൗദിയിൽ പോകാൻ പറ്റി. അപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ രാവിലെ എഴുന്നേറ്റ് 5:30 പ്രാർത്ഥന ചൊല്ലുകയും കുർബാന മുടക്കാതെ കൂടുകയും ബൈബിൾ വായന അരമണിക്കൂറും അതിന് മേലെ വായിക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ളവർക്ക് കൃപാസനത്തെ പറ്റിയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസന പത്രങ്ങൾ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും കൊണ്ട്, ഹിന്ദുക്കളായവരും കൊണ്ട് എല്ലാം ഉടമ്പടി എടുപ്പിക്കുകയും അവർക്ക് വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ സൗദിയിലെത്തി. സൗദിയിൽ പോകാൻ എനിക്ക് പണത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും തക്ക സമയത്ത് അതും എൻ്റെ മാതാവ് ക്രമീകരിച്ച് തന്നു. സൗദിയിലെത്തിയെങ്കിലും അടുത്ത സ്റ്റെപ്പായിരുന്നു എൻ്റെ പ്രോമെട്രിക് എക്സാം. അവിടെ ചെന്ന് ഒരു കംഫർട്ട് സോണിലെത്തിയപ്പോഴത്തേനും ഞാൻ മാതാവിനോടുള്ള ഭക്തിയും കാര്യങ്ങളെല്ലാം കുറഞ്ഞു വന്നിരുന്നു. പ്രാർത്ഥനയെല്ലാം മുടക്കി. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രോമെട്രിക് എക്സാം അറ്റൻഡ് ചെയ്തു. അത് ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാതാവിൽ നിന്നകന്നു. മാതാവ് എനിക്ക് അടുക്കാനുള്ളൊരു ചാൻസ് തന്നെന്ന്. പിന്നെയും ഞാൻ കൂടുതൽ ആഴത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഉടമ്പടിയിലായിരുന്നുവെങ്കിലും ഞാൻ ഇടയ്ക്ക് ഉഴപ്പിയായിരുന്നു. അതിൽ നിന്ന് ഞാൻ കൂടുതൽ നന്നായി മാതാവിനോട് പ്രാർത്ഥിച്ചു. കാര്യങ്ങളെല്ലാം ഉടമ്പടി പ്രകാരം ജീവിച്ചു തുടങ്ങി. പ്രോമെട്രിക് എക്സാം ഞാൻ പാസ്സായി. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അവിടെ വെച്ച് ഞാൻ ഒരു ലീഗൽ പ്രോബ്ലം എനിക്കുണ്ടായി. സൗദിയിലായതുകൊണ്ട് നിങ്ങൾക്കറിയാം, ലീഗൽ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനും പറ്റില്ല. അവിടുത്തെ സ്ട്രിക്റ്റാണ് റൂൾസ് എല്ലാം. ആ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പവും തൈലും ഉപയോഗിച്ച് അവരെന്നെ ഡിസ്കഷന് വിളിച്ചപ്പോൾ ഞാൻ അവിടെ ആ പ്ലേസിലിടുകയും അവരോട് പറയുമായിരുന്നു, നീ കരഞ്ഞ് അവരുടെ മുമ്പിൽ ഇതാക്കുക, എന്നാൽ നിനക്ക് ഇത് കൺസേൺ കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് അവനൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും തൈലും ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് ആ റൂമിലിട്ടു, പ്രാർത്ഥിച്ച് ആ പ്രോബ്ലം എനിക്ക് സോൾവ് ആയി കിട്ടി. അതിന് പ്രബലം എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇടയിൽ എൻ്റെ പപ്പയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നു. അപ്പം ഞാൻ സൗദിയിലായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു പപ്പയ്ക്ക് വേണ്ടി. പപ്പയുടെ ശരീരത്തിന് പകരം എൻ്റെ ശരീരത്തിൽ ഞാൻ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്യുകയും ഉടമ്പടി പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുകയും ചെയ്തു. ഉപവാസം എടുത്തു. എൻ്റെ പപ്പ കുറച്ച് നാൾ ആശുപത്രി കിടന്നെങ്കിലും പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു സർജറി എല്ലാം വേണം, ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടെന്നെല്ലാം. അതിൻ്റെ സീരിയസ്നെസ് നമുക്കറിയാം. പക്ഷേ അതിൽ നിന്നല്ല എൻ്റെ മാതാവ് എൻ്റെ പപ്പനെ രക്ഷിച്ചു. ഇപ്പോൾ പപ്പയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നടക്കാൻ ഇന്ന് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ ഓരോ കാര്യം നടക്കാതിരിക്കുമ്പോഴും പത്രങ്ങൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും മാതാവ് സാധിച്ചു തരുമായിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് ലീവും സാക്ഷൻ പേപ്പർ വർക്കും എല്ലാം ഡിലേ ആയിരുന്നു. ഞാൻ ആ പേപ്പർ വർക്കിന് എൻ്റെ മാഡത്തിനെ സമീപിക്കുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് അവരിയ്ക്കുന്ന സ്ഥലത്തിടും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിന് ചുറ്റും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കിട്ടാത്തവർക്കെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. സൗദി അറേബ്യയിൽ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ പത്രം കൊണ്ടു തന്നിരുന്നു. അത് കഴിഞ്ഞ് ചെന്ന് ചോദിക്കുമ്പോൾ അവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ എനിക്ക് എൻ്റെ പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരും, ലീവ് സാങ്ഷൻ ചെയ്തു തരും, എല്ലാം ചെയ്തു തന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് പോലും അത്ഭുതമായിരുന്നു, നിനക്ക് മാത്രം എങ്ങനെ ഇത്ര ദിവസം കിട്ടിയത്? 15 ദിവസം ചോദിക്കാൻ ചെന്ന എനിക്ക് 30 ദിവസം ലീവ് തന്നവരെന്നെ പറഞ്ഞു വിട്ടു. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മാരേജ് ആയിരുന്നു. എനിക്ക് 30 വയസ്സായി, മാരേജ് ഡിലേ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ മാരേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 1-2 ആലോചന വന്നു. അതിൽ കൺഫ്യൂഷനായിരുന്നു ഏത് ആലോചന എടുക്കും എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാരണം വരെ നമുക്ക് വേണ്ട നോ പറയാനായിട്ട്. ആ സമയത്ത് ഇവിടെ വന്നു. ഞാൻ കൃപാസനത്തിൽ ലീവിന് വന്നപ്പോൾ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, പുതുക്കി പ്രാർത്ഥിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് ഞാനും എൻ്റെ മാതാപിതാക്കളും പ്രാർത്ഥിച്ചു മാതാവിനോട്. മാതാവിൻ്റെ കൃപയനുസരിച്ച് എനിക്ക് അതിൽ നിന്ന് നല്ലൊരു ആലോചന കിട്ടി. എൻ്റെ കല്യാണം നടന്നു. കല്യാണത്തിന് എൻ്റെ കയ്യിൽ കാശും ഉണ്ടായിരുന്നില്ല. സൗദിയിലാണ് ജോലി ചെയ്തതെങ്കിലും സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കല്യാണത്തിന് വരുന്നതിന് 2 weeks മുമ്പ് പോലും എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല.
അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു, മാതാവിനോട് ഉപവാസം എടുത്തു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ലോൺ സാക്ഷനായി കിട്ടി. അങ്ങനെ എൻ്റെ മാരേജ് മാതാവ് മുന്നിട്ട് നടത്തി തന്നു. ഒരു കല്യാണത്തിന് നമുക്കറിയാം എല്ലാവരും കുറ്റം കുറവ് എല്ലാം പറയും. പക്ഷെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിനോട്, അമ്മ മാതാവ് മുന്നിട്ടിറങ്ങി എൻ്റെ കുടുംബക്കാരെ എല്ലാം ഒന്നിപ്പിച്ച് ആരും ഒരു കുറ്റവും കുറവും പറയാതെ കാനായിലെ കല്യാണം പോലെ നടത്തി തരാൻ, അതേപോലെ എല്ലാവരും കൂടി നിന്ന് എൻ്റെ കല്യാണം നടത്തി തന്നു. ഒരാൾ പോലും ഒരു കുറ്റവും കുറവോ പറഞ്ഞു തന്നിട്ടില്ല. ഇത്രയും നാളായിട്ട് 1 വർഷമാവാൻ പോകുന്നു. അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദുബായിലോട്ട്. അപ്പോൾ റിട്ടേൺ വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് മിസ്സായി. അതായത് ചെക്ക് ഇൻ ചെയ്യാൻ 1 അവറുള്ള ടൈമിൽ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ പാസ്പോർട്ട് കാണുന്നില്ല ബാഗിൽ. ആ സമയത്ത് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്തും ഞാൻ ഉടമ്പടി ഉഴപ്പിയായിരുന്നു. കാരണം നമ്മളൊരു കംഫർട്ട് സോണിൽ എത്തിയപ്പോഴത്തേനും ഞാൻ ആ കംഫർട്ടിൽ ഇതായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ മാതാവിനുള്ള പ്രാർത്ഥനയെല്ലാം മുടക്കി. രാവിലെ കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബ് വഴി കണ്ടുകൊണ്ടിരുന്ന കുർബാന പ്രാർത്ഥന എല്ലാം ഞാൻ മുടക്കിയായിരുന്നു. ചൊല്ലും, പക്ഷെ കൃത്യസമയമല്ലായിരുന്നു. അങ്ങനെ ഈ പാസ്പോർട്ട് കാണാതായ സമയത്ത് ഞാൻ എല്ലാവരും അന്വേഷിച്ചു, കിട്ടിയില്ല. അവിടെ ഓഫീസറിനെ ഇൻഫോം ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ജർമ്മനിയിലോട്ട് പോകാനുള്ള ആളാണ്, ഇനി എനിക്ക് വരാൻ പറ്റില്ല, നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആൾ പാസ്പോർട്ട് തപ്പി ഇറങ്ങി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കൃപാസന പ്രസാദന മാതാവ്, എൻ്റെ പാസ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ഓഫീസറിൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരികയും പാസ്പോർട്ട് കിട്ടിയെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വിത്തിൻ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഞങ്ങളെ കറക്റ്റ് ആ ഫ്ലൈറ്റിൽ തന്നെ കയറ്റി വിടുകയും പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു. അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തന ഫലമായി ഞാൻ ഇവിടുന്ന് പത്രങ്ങളെല്ലാം മേടിക്കുകയും മലയാളം ഇംഗ്ലീഷ് എല്ലാം പത്രം മേടിച്ചു. എയർപോർട്ടിലും പല രാജ്യക്കാരോട് കൂടെ കാണുന്നവർക്കെല്ലാം കൊടുക്കും. എത്തോപ്യ, സുഡാൻ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കും. അത് മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും കൂടെയുള്ള ഡോക്ടേഴ്സ് പോലും പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. പലരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പേപ്പർ മേടിക്കാതെ. അപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, നമുക്ക് കൊടുക്കാൻ മടിയായിരുന്നു. പിന്നെ അത് കൊടുത്തോണം, നമുക്ക് മാതാവിന് വേണ്ടി ചെയ്യുന്ന പണിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു മടിയും കൂടാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഉടമ്പടി ഉപ്പും തൈലവും എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും. ഒരു ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, കല്യാണം കഴിഞ്ഞ് കുറേ വർഷമായിട്ട്, ഹിന്ദു ആയിരുന്നു. ആ ചേച്ചി ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അവരിവിടെ വരികയും ഉടമ്പടി ഉപ്പും കാശുരൂപം ഉപയോഗിച്ചതിൻ്റെ ഫലമായി അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അതുപോലെ പലരുടെയും പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടും ഈ ഉപ്പും ഉടമ്പടി തൈലവും യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോകുമ്പോഴെല്ലാം ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത് സൗദിയിൽ. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലീഗൽ പ്രോബ്ലംസ് വരാം. ഞാൻ എന്നും കൊണ്ടുപോയി എൻ്റെ ഉപ്പും ഉടമ്പടി തൈലവും എൻ്റെ ക്രാഷ് കാർഡിലും അതായത് നാർക്കോട്ടിക്കിൻ്റെ മേലും ഞാൻ എടുക്കും, വരയ്ക്കും, പ്രാർത്ഥിക്കും, കൂടെയുള്ളവർക്ക് കൊടുക്കും, എല്ലാവർക്കും പ്രാർത്ഥിക്കും. അപ്പം മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ കൂടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പേഷ്യൻസ് കുറവാണ്, കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് എനിക്ക് പ്രേക്ഷിത കാരുണ്യ പ്രവർത്തികൾ അധികം ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയണ കേട്ടിട്ടുണ്ട്. സൗദിയിലും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻസ് കുറയുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പലരും പോയി സഹായിക്കുന്ന ഞാൻ സാക്ഷ്യം കേട്ടു. ആ വഴി എനിക്കും അതിലൂടെ ഒരു അറിവ് കിട്ടുകയാണ് ചെയ്തത്. ഞാനും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫ്രീ ആയിരിക്കുമ്പോൾ മറ്റ് സോണുകളിൽ പോയി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും പേഷ്യൻസോട് സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം. അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് ഇത്രയധികം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതിന് നന്ദി പറയുന്നു. മരണം വരെ ഉടമ്പടിയിൽ ആയിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ പലരും ഇവിടെയുണ്ട് ഉടമ്പടി ഉഴപ്പുന്നവർ. പ്രാർത്ഥിച്ച് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫ്രണ്ട്സും കുറേ കംഫർട്ടൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഉടമ്പടി ജീവിതം മറക്കും, പ്രാർത്ഥന ചൊല്ലാൻ മറക്കും. പക്ഷേ നമ്മളെ ദൈവം അതിലോട്ട് തിരിച്ച് പിടിക്കും. ഓരോരോ ചില അനുഭവങ്ങളെല്ലാം തന്ന് നമ്മൾ ഉടമ്പടിയിൽ നിന്ന് മാറിയത് കൊണ്ടാണ് നമുക്കിത് കിട്ടാത്തതെന്നുള്ളൊരു അനുഭവം തന്ന് നമ്മളെ തിരിച്ച് പിടിക്കും. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും, അധികം ടെൻഷനില്ല. എൻ്റെ ടെൻഷൻ പണ്ട് ഞാൻ ഭയങ്കര വീട്ടിലൊക്കെ അടി കൂടും, വഴക്ക് ഇങ്ങനെ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴെനിക്ക് അതില്ല. ടെൻഷൻ മാറി. എപ്പോഴും പ്രാർത്ഥിക്കും, വചനം ഞാൻ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കും. എൻ്റെ റൂം ഫുള്ളും ഞാൻ എൻ്റെ വചനങ്ങൾ ഞാൻ എഴുതി ഒട്ടിക്കും. അതിൽ കിട്ടിയ വചനമാണ്, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നത്. ഞാൻ നിനക്ക് മുമ്പ് പോവുകയും പിച്ചറുകൾ തിരക്കി ഇരുമ്പോടിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തെ നിധികളും രഹസ്യ ധനശേരവും ഞാൻ നിനക്ക് തരും. 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല.
അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ക്രിസ്റ്റൽ ബാബു എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച 14 അനുഭവങ്ങളാണ് കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ കാര്യം പറയുമ്പോഴും നമ്മളതിൽ കണ്ടെത്തുക സമയച്ചുരുക്കത്തിൻ്റെ മാതാവിൻ്റെ സാന്നിധ്യമാണ്. മകൾ പരീക്ഷ എഴുതുമ്പോഴും വിദേശത്ത് പോകുവാനായി ആഗ്രഹത്തോടെ പരിശ്രമിക്കുമ്പോഴും മകളുടെ കോടതി സംബന്ധമായ ഒരു വിഷയം സംബന്ധിക്കുമ്പോഴും എല്ലാം സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് മകളുടെ ഓരോ കാര്യത്തിലും ഇടപെടുകയും വലിയ പ്രയാസങ്ങളിലേക്കൊന്നും കൊണ്ടു ചെല്ലാതെ വേഗത്തിൽ ഓരോന്നും പരിഹരിച്ചു കൊടുക്കുന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയുടെ സാന്നിധ്യം, കൂടെയുള്ളവരൊക്കെ പോകുവാനാവാതെ വിഷമിക്കുന്ന അവസരങ്ങളിൽ പ്രോസസ്സെല്ലാം വേഗത്തിലാക്കി മകളെ വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവകൃപ കൊണ്ടാണ് ജീവിതം എന്നും സമ്പന്നമാകുന്നത് എന്ന മകളുടെ വിവാഹ അവസരത്തിൽ 2 ആഴ്ച മുമ്പ് വരെ കയ്യിലൊന്നുമില്ലാതെ ക്ലേശിച്ചിരുന്ന ദിവസങ്ങളിൽ അമ്മ മാതാവിൻ്റെ അരികിൽ ആഗ്രഹത്തോടെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ 2 ആഴ്ച കൊണ്ട് ലോണും മറ്റു കാര്യങ്ങളും എല്ലാം ക്രമീകൃതമായി ഏറ്റവും നല്ല രീതിയിൽ വിവാഹം നടത്തി കൊടുക്കുവാൻ തക്കവിധം മകളെ സഹായിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു ദൈവിക സംരക്ഷണത്തിൻ്റെ കവചമാണ്. ഉടമ്പടിയിലായിരിക്കുന്ന മകളെ അമ്മ മാതാവും തിരുക്കുമാരനും ഏതൊരു ആപത്തിൽ നിന്ന് സംരക്ഷിച്ച് കാക്കുകയും നമ്മൾ അല്പമൊന്ന് അകന്നു പോയാൽ തിരികെ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരുവാൻ പറ്റുന്ന വിധത്തിൽ സൂചനകളും അടയാളങ്ങളും നൽകിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നറിയിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് കൂടുതൽ തിഷ്ഠതയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നു. കണ്ണീരോടും വിശ്വാസത്തോടും ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം സമർപ്പിക്കുന്ന ഏതൊരു പ്രാർത്ഥനയെയും വേഗത്തിൽ അമ്മ മാതാവ് സ്വീകരിക്കുകയും തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് നമുക്കത് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ മകൾ നന്നായി നിരന്തരം പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടിയുടെ ഓരോ കാര്യവും സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു, നന്നായി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുവാനാവുന്ന നന്മകൾ എപ്പോഴും ചെയ്യുമായിരുന്നു. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തന്നെ പ്രയാസം കണ്ടെത്തിയ അവസരങ്ങളിൽ, പ്രത്യേകിച്ച് കോടതിയിൽ പോയിരുന്ന അവസരത്തിലും ഒരു പരീക്ഷ വളരെ ഗൗരവത്തിൽ എഴുതിയിരുന്ന അവസരത്തിലുമൊക്കെ എൻ്റെ നേർച്ച വസ്തുക്കളാണ് എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നതും ഞാൻ പോലും വിചാരിക്കാത്ത വിധം വിജയവും പരിഹാരവും നൽകി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചതെന്നും നമുക്ക് ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ പരിശ്രമിക്കാം. ഉടമ്പടിയിൽ പറയുന്ന ഓരോ വാക്കും വാഗ്ദാനമാണ്. ഉടമ്പടിയോട് നാം പുലർത്തുന്ന ഏതൊരു ത്യാഗത്തിൻ്റെ സ്നേഹപ്രവൃത്തിയും അനുഗ്രഹത്തിനുള്ള ചവിട്ടുപടിയുമാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവിക സംരക്ഷണവും ദൈവിക അനുഭവവും വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ആ അനുഭവവും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും അമ്മ മാതാവിലൂടെ, കൃപാസന മാതാവിലൂടെ വേഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് അശ്വിനി. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ അറുന്നൂറ്റിമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ്. എനിക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. 2018 എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ഞങ്ങൾ പലയിടത്തും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയായിരുന്നു. എവിടെ ചെല്ലുമ്പോഴും കുറേ മരുന്നുകളും ഇഞ്ചക്ഷൻസും ഒക്കെ തരും ഞങ്ങൾക്ക്. ഞങ്ങൾ 2 പേരും നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ്. അപ്പോൾ നമുക്ക് ഡോക്ടർമാർ പറയുന്നത് ലാസ്റ്റായിട്ട് പറയും IVF ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ IVFന് വേണ്ടി നമുക്കൊരു 45 ദിവസത്തെ അവധിയെങ്കിലും വേണം. ഞങ്ങൾക്ക് കൂടിപ്പോയാൽ കിട്ടുന്നത് 35 ദിവസത്തെ അവധിയും പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ലീവ് കിട്ടുന്നത് വല്ലപ്പോഴേ ഉള്ളൂ. അപ്പോൾ നമുക്ക് IVF ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ 2023 ഇവിടെ വന്ന് സെപ്റ്റംബർ 2-ാം തീയതി ഉടമ്പടി എടുത്തിട്ട് തിരിച്ചുപോയി 12-ാം തീയതി തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചു. അവിടെ ചെന്ന്
അങ്ങനെ 28-ാം തീയതി ഞങ്ങൾക്കിപ്പോൾ കുവൈറ്റിലെല്ലാം കൃപാസനത്തിൻ്റെ ഗ്രൂപ്പുകളെല്ലാം ഉണ്ട്. അങ്ങനെ 29-ാം തീയതി അവിടെ വെച്ച് എനിക്കൊരു അജണ്ട ജപമാല കൂടാൻ സാധിച്ചു. അങ്ങനെ അജണ്ട ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പേരിങ്ങനെ ആദം എന്നൊരു പേര്, എനിക്കറിയത്തില്ല, ഞാൻ കൊന്ത പിടിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഈ ഒരു പേരാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് തിരിച്ച് ഞാൻ ജപമാല കൂടി വീട്ടിൽ ചെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ 10 ദിവസമായിരുന്നു എനിക്കിങ്ങനെ പീരിയഡ്സൊക്കെ ഡിലേ ആയിട്ട്. അങ്ങനെ ഞാൻ എന്തോ ഒന്ന് തോന്നി ഞാൻ ചെക്ക് ചെയ്തു. അന്ന് ദിവസം തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ലൈൻ ഇങ്ങനെ അതിനകത്ത് വന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിന് തോന്നുന്നില്ല, അത് ചിലപ്പോൾ ഇത് തെറ്റായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഒക്ടോബർ 4-ാം തീയതി വീണ്ടും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ലൈനാണ് അതിനകത്ത് വന്നത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് വർഷം കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ സ്കാനുകളും അത് കഴിഞ്ഞുള്ള പല എനിക്ക് 36 വയസ്സായി. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഓരോ സ്കാനിന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഈ നമ്മുടെ ഇവിടുത്തെ എണ്ണയും ഉപ്പും കാശിരൂപവും ഉണ്ടാവും. ഇതെല്ലാം ഞാൻ വയറിൽ തേച്ചിട്ടാണ് ഭയങ്കര പേടിയോടുകൂടി ഓരോ സ്കാനിനും ഞാൻ അവിടെ ചെല്ലുന്നത്. കഴിയുമ്പോൾ എല്ലാ സ്കാനും എപ്പോഴും നോർമലായിരിക്കും. ഡോക്ടർ എപ്പോഴും സന്തോഷിച്ചാണ് എന്നെ അവിടെ നിന്ന് വിടുന്നത്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ പ്രഗ്നൻസി ടൈം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ 31-ാമത്തെ ആഴ്ച ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു BP 160-120 എൻ്റെ BP അന്ന് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇവിടെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോക്കോ, കുഞ്ഞിനെ അവിടെ ചെന്ന് ഇപ്പോൾ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല, എല്ലാ കാര്യവും നോർമലല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ പൊക്കോ, എന്തായാലും ചെയ്യേണ്ടി വരും, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലും. അപ്പോൾ എൻ്റെ പ്രോട്ടീൻ യൂറിനകത്തുള്ള പ്രോട്ടീൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് വെള്ളം കുടിച്ച് ഇങ്ങനെ കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഞാനത് ചെയ്ത് ഇരുന്ന് വൈകുന്നേരം ആയപ്പോഴും കുറയുന്നില്ല, BP പിന്നെയും കൂടുക, ഭയങ്കര തലവേദന എനിക്ക്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വേണ്ട, 2 ദിവസം കഴിഞ്ഞ് ഒന്നോടെ വാ, BP ഇച്ചിരി കൺട്രോൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ടും കൊന്ത വേറൊന്നും എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ കൊന്ത മാത്രമാണ് ചെല്ലുന്നത്. ഡ്യൂട്ടിക്ക് എല്ലാ ദിവസവും ഒന്നും പോകുന്നില്ല. എനിക്ക് ടെൻഷനാണ് ഭയങ്കരമായിട്ട്, BP കൂടുമോ എന്നുള്ളൊരു പേടി. ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യം കിട്ടി. ഇല്ല, മാതാവ് എനിക്ക് ഒരു ടേം ബേബി, എനിക്ക് 37 വീക്സ് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നേരത്തെ എടുത്ത് ഇഞ്ചക്ഷൻ കുത്തുന്നതിനോടൊന്നും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ 33 ആഴ്ചയായി. ഡോക്ടർ പറഞ്ഞു ഇല്ല, നിനക്ക് സിസേറിയൻ ഞങ്ങൾ 38-ാമത്തെ ആഴ്ച ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാലും പക്ഷേ BP കൂടിയാൽ ഇവിടെ വന്ന് നമ്മൾ കുഞ്ഞിനെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് 37-ാമത്തെ ആഴ്ച, അതായത് ടേമായി 37-ാമത്തെ ആഴ്ച, ഈ ദിവസങ്ങളിലെല്ലാം എൻ്റെ BP കൺട്രോൾ ആവുന്നത് ഞാൻ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളിലും ഇവിടുത്തെ ഉപ്പിട്ട് മാത്രമേ ഞാൻ കഴിക്കുമായിരുന്നുള്ളൂ. ഫുഡും എല്ലാ കാര്യത്തിലും നമ്മളത് മാത്രമേ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു 35-36 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ BP കുറച്ച് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ 38-ാമത്തെ ആഴ്ചയാണ് എൻ്റെ കുഞ്ഞിന് എനിക്ക് ജന്മം നൽകാൻ സാധിച്ചത്. അവൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ആദം എന്ന് തന്നെയാണ്. ആദം ജൂഡ് ജിനു എന്നാണ് അവൻ്റെ പേര്. എൻ്റെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ സിസേറിയൻ എടുത്തപ്പോൾ എനിക്കുണ്ടായിരുന്ന BP എന്ന് പറയുന്നത് 110-80 മാത്രമായിരുന്നു. വളരെ നോർമലായൊരു BPയിലാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതെനിക്ക് ജീവിതത്തിൽ നടന്നത് എന്നുള്ളത്. എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് അവിടെ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് അവിടെ അത്രയൊന്നും നമുക്കിതുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ മമ്മിയും പപ്പയോടും പറഞ്ഞിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങളിലെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും എല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ ഞങ്ങൾക്ക് കുവൈറ്റിൽ ഒരുപാട് പള്ളി പ്രാർത്ഥിക്കാനും ഒക്കെ സൗകര്യമുള്ളത് കൊണ്ട് നമുക്ക് പള്ളിയിലൊക്കെ എന്നും പോകാനായിട്ട് സാധിച്ചു. പിന്നെ എല്ലാ ദിവസവും മുടങ്ങാത്ത പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നെ എന്നിലുണ്ടായൊരു വ്യത്യാസം എന്ന് പറയുന്നത് കൊന്തയോടും ഞാൻ അധികം കൊന്തയൊന്നും ചെല്ലത്തില്ലായിരുന്നു. മുമ്പ് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ളപ്പോഴാണ് ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിതിന് ശേഷം കൊന്തയോടൊരു നല്ലൊരു വിശ്വാസം വന്നു. പിന്നെ മാതാവിനോടുള്ള ഒരു അടുപ്പം, എന്ത് കാര്യം നടക്കുമെന്നൊരു വിശ്വാസം എനിക്കിതിലൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.
ദൈവനാമത്തിൽ എനിക്ക് മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞ് തന്ന് ഞങ്ങളുടെ ജീവിതം തന്നെ ഒത്തിരി മാറിപ്പോയി. ഒരു കുഞ്ഞ് വന്നതിന് ശേഷം അതിന് മുമ്പുണ്ടാകുന്നൊരു ജീവിതമല്ല ഞാൻ കഴിഞ്ഞിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതെല്ലാം എനിക്ക് മാതാവിലൂടെയാണ് സാധിച്ചേക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവീൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. തങ്ങളുടെ കുഞ്ഞ് ലഭിക്കാനുള്ള സാധ്യതകൾ അത് തങ്ങൾക്ക് എങ്ങനെയായിരുന്നു, എത്രമാത്രം തങ്ങൾക്ക് അതിന് തടസ്സങ്ങളുണ്ടായിരുന്നു. 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് IVF ഒക്കെയാണ്. എന്നാൽ ഈ മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി പിന്നീട് എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതത്തിലേക്ക്, അതായത് താൻ കൺസീവ് ആകുന്ന കാര്യവും പിന്നീട് കുഞ്ഞിനെ ലഭിക്കുന്നതും. അതിനു മുൻപ് തന്നെ ഈ മകള് എങ്ങനെയാണ് ഒരു സ്വരം തൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു, കുഞ്ഞിൻ്റെ പേര് പോലും തന്നോട് പറയുന്ന. അതുകൊണ്ടാണ് വിസ്മയകരമായ പ്രവർത്തികൾ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവർത്തികൾ ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യുന്നു എന്ന് പറയുക. അങ്ങനെ താൻ കേട്ട ആ പേര് തന്നെ തൻ്റെ കുഞ്ഞിനിട്ട് ഇന്ന് കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു നിന്ന് ഈ ദമ്പതികൾ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. ജീവിതം ഒത്തിരി മാറിപ്പോയി. തങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ജപമാലയോടുള്ള ഭക്തി, മാതാവിനോടുള്ള സ്നേഹം, ഇതെല്ലാം തനിക്ക് ഒത്തിരി വർദ്ധിച്ചു. എല്ലാം ഉടമ്പടിയിലൂടെയാണെന്ന് പറഞ്ഞ് ഇന്ന് ലോകത്തിന് മുൻപിൽ തങ്ങളുടെ കുഞ്ഞുമായിട്ട് ഈ മക്കൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സർവശക്തനായ ദൈവത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റിൻസി. ഞാൻ വരുന്നത് ഗുരുവായൂരിൽ നിന്നാണ്, കോട്ടപ്പടി ഇടവകയാണ്. പിന്നെ ഞാനിപ്പോൾ വരുന്നത് അബുദാബിയിൽ നിന്നാണ്. സാക്ഷ്യം പറയാനായിട്ടാണ് വരുന്നത്. ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത്. അത് മെയ് 31 എനിക്ക് ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ വന്നു. അങ്ങനെ ഞാൻ അന്ന് തന്നെ വായിച്ച് പിറ്റേ ദിവസം ജൂൺ 1 2024 ജൂൺ 1 ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ 2019 2023 ഉടമ്പടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അതിനെക്കുറിച്ച് അറിയാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു ജോലി അന്വേഷിച്ചിട്ടാണ് അബുദാബിയിലേക്ക് എത്തുന്നത്. മെയ് 7 വിസിറ്റ് വിസയിലാണ് പോയത്. ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ പോയി ആ സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. സെലക്ഷൻ കിട്ടി. അപ്പോൾ ഞാനത് വേണ്ട, കുറച്ചുകൂടി നല്ല പാക്കേജ് നോക്കി അങ്ങനെ അത് റിഫ്യൂസ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിവിൽ ഒരുപാട് വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഭയങ്കര സെൽഫ് കോൺഫിഡൻ്റ് ആയിരുന്നു. ഉടമ്പടിയിലേക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ആ ഒരു വലിയൊരു മാറ്റം ഉടമ്പടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അപ്പോൾ അങ്ങനെ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു 15 ദിവസത്തിന് ശേഷമാണ് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഉടമ്പടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നല്ല എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു വേറൊരു ലൈഫിലേക്ക് ഞാൻ മാറുകയായിരുന്നു. കാരണം ഈശോയും മാതാവും കൂടി എന്നെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. ഞാൻ കാണേണ്ട കാര്യങ്ങൾ, ഞാൻ കേൾക്കേണ്ട സാക്ഷ്യങ്ങൾ എല്ലാം എനിക്ക് കാണിച്ചു തരികയായിരുന്നു. പിന്നെ മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഭക്തി പ്രാർത്ഥന മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. കാരണം ഹസ്ബൻഡും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ റൂമിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഫുൾ ടൈം പ്രാർത്ഥന, ആരാധന, അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടും, എല്ലാ ദിവസവും കൂടും. അതൊരു ആവേശമാണ്. പിന്നെ ബൈബിൾ വായന അരമണിക്കൂറൊന്നുമല്ല, ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് വായിക്കും. പിന്നെ ഒരു കൊന്ത ചെല്ലാൻ പോലും പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ 20 കൊന്ത വരെ എനിക്ക് മാക്സിമം ഒരു ദിവസം ചെല്ലാനായിട്ട് മാതാവ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ടൈം ഭക്തി, വേറെ ഒന്നും മൊബൈൽ വേറെ ഒന്നും കാണാനോ വേറെ ഒന്നിലേക്ക് ശ്രദ്ധ പോവുക ഒന്നുമില്ലാതെ ഭക്തി മാത്രം, ഈശോയെ മാത്രം, മാതാവിനെ മാത്രം വണങ്ങിക്കൊണ്ടിരുന്നൊരു സമയം. അങ്ങനെ ഞാൻ കടന്നുപോയി. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു, 2ാമത്തെ ഉടമ്പടി കഴിഞ്ഞു, 3ാമത്തെ ഉടമ്പടി പുതുക്കി. പക്ഷേ ഈ ഒരു സമയങ്ങളിലെല്ലാം എനിക്ക് ഒരുപാട് പ്രസൻസ്, എനിക്ക് ഈശോയുടെ മാതാവിൻ്റെ ഒരുപാട് പ്രസൻസ് എനിക്ക് കിട്ടുമായിരുന്നു. അതായത് മാതാവിൻ്റെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്നും കിടന്നുറങ്ങുന്ന സമയത്ത് മാതാവിനോട് പറയും, അമ്മേ ഈശോയുടെ കൂടെ എൻ്റെ അടുത്തേക്ക് വരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്നും ഉറങ്ങാറ്. അപ്പോൾ ഒരു ദിവസം ഞാൻ കിടക്കുന്ന സമയത്ത് ഒന്ന് മയങ്ങി പെട്ടെന്ന് എന്നോട് പറയുകയാണ്, നീ വാ എന്നുള്ളൊരു 2 വാക്ക്, ഒരു സ്ത്രീ ശബ്ദം, അടഞ്ഞ സ്ത്രീ ശബ്ദം. അപ്പോൾ ഞാൻ ഉറങ്ങിയ ആൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ആന്ന് പറഞ്ഞ് വിളിയായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. പക്ഷെ ഞാൻ ആളെ കണ്ടില്ല. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ അമ്മയാണെന്ന്. പിന്നെ 5:30 എന്നുള്ള സമയത്ത് തന്നെ ഒരു ദിവസം തട്ടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്.
പിന്നെ ഈ ഒക്ടോബർ മാസമൊക്കെ ആയി. ആ സമയത്തേക്ക് എൻ്റെ വിസ 2 മാസം കൂടുമ്പോൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു സാലറിയോടുകൂടി മാത്രമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ദൈവം നമ്മളെ പരിപാലിച്ച്, ഒരു കുറവും ഇല്ലാതെ ദൈവം പരിപാലിച്ച് കൊണ്ട് നടക്കുമായിരുന്നു ഈ മാസങ്ങളിലെല്ലാം. എന്നിട്ട് ഒക്ടോബർ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ വിസ കഴിയാറായി. ആ സമയത്ത് ഇതേപോലെ വീട്ടിൽ നിന്നായാലും എല്ലാവരിൽ നിന്നും പ്രഷർ വന്നു തുടങ്ങി. എനിക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അവർ നാട്ടിലാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2 ചെറിയ മക്കളാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ എന്തിനാ പിന്നെയും നിൽക്കുന്നത്, റിന്യൂ ചെയ്യണേ, തിരിച്ചു പോകുന്നോ എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു തുടങ്ങി. പക്ഷേ ആ സമയത്ത് ഒരുപാട് ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ ഈശോയുടെ മാതാവിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ കരയും. വേറെ ആരോട് വൃത്തിയും ഒന്നും എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ ആ സമയത്ത് എന്ത് സഹനം വന്നാലും എന്നിലേക്ക് കുറേ വചനങ്ങൾ അറിയും. ആ സമയത്ത് കിട്ടുന്നൊരു ധൈര്യമുണ്ട്. പിന്നെ ഒരു സമയമാകുമ്പോൾ എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ മറന്നു. എൻ്റെ ഈശോ മാത്രമാണ് എൻ്റെ മനസ്സിൽ. ദൈവസ്നേഹത്തിൽ നിറയാനായിട്ട് അത് മാത്രമായി എൻ്റെ മനസ്സിൽ. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെയൊരു എൻ്റെ പഴയ ജീവിതം പുതിയ ജീവിതം വളരെ ഒരു വ്യത്യാസമാണ്. മുമ്പ് എനിക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഞാനിപ്പോൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. അപ്പം അങ്ങനെ കടന്നു പോയി. അപ്പോൾ ഒക്ടോബർ മാസം ഒരു ദിവസം ഞാൻ ഈവനിങ് വാക്കിന് വേണ്ടി ഞാൻ പോയി. അപ്പോൾ ആ വാക്ക് എന്ന് പറയുന്നത് നടക്കാൻ മാത്രമല്ല, കൊന്ത ചെല്ലാനാണ് ഞാൻ പോണത്. കൊന്ത ചെല്ലും, പിന്നെ കുറേ ഒറ്റയ്ക്ക് എണ്ണിപ്പുറകും, മാതാവിനോട് ഈശോയോട് എണ്ണിപ്പുറകും. അങ്ങനെ പോയി വരുന്നൊരു സമയത്ത് എൻ്റെ ഫ്ലാറ്റിന് താഴെ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്, ഒരു നീല സാരി എടുത്തൊരു ലേഡി. അപ്പോൾ ഞാൻ ഒരു ഒറ്റയ്ക്കായിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ 2 കവറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും അങ്ങനെ അബുദാബിയിലൊന്നും അങ്ങനെ സാരി എടുത്തുന്ന സ്ത്രീകൾ നമ്മൾ കാണാറില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചു, ഇത് അമ്മയാണോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, അതേടി ഞാൻ തന്നെയാണ്. അങ്ങനെ എൻ്റെ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ സ്ത്രീയെ നോക്കുമ്പോൾ ആ സ്ത്രീ എന്നെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചിരിച്ചു. എന്നിട്ട് മുമ്പ് കൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ നോക്കിപ്പോയി. അപ്പോഴൊക്കെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എപ്പോഴും ഞാനത് അമ്മയോട് ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് പ്രസൻസ്. അതിനുശേഷം നവംബർ മാസം ജോസഫ് അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ടിട്ട്. കൃപാസനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ജോസഫ് അച്ഛനെ കാണാനായാലും. പക്ഷേ ജോസഫ് അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം വന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ട ഒരു കാര്യം എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നു. രണ്ടാമത് വന്നത് എൻ്റെ റൂമിൽ എൻ്റെ വിൻഡോയുടെ പുറത്ത് അച്ഛൻ നിൽക്കുകയാണ്. അച്ഛൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ വലത്ത് കൈയിൻ്റെ താഴെ എൻ്റെ തല ഞാൻ വെച്ചു. അപ്പോൾ അച്ഛൻ എന്നെ കണ്ടു. അപ്പോൾ അച്ഛനെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. ആ മൊബൈൽ ഞാൻ അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് കയ്യിൽ ഒരാളുടെ തല ഞാൻ പിടിച്ച് ഞെരുക്കുക. അപ്പോൾ അത് എന്നോട് പറയും. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുന്നു, ഒരു തടസ്സവുമില്ല, ജോലിക്കൊന്നും ഒരു തടസ്സവുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് കാണുന്നത് അരുളിക്കയിൽ ഈശോ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലെഫ്റ്റ് കയ്യിലിരിക്കുന്ന തല എന്ന് പറയുന്നത് പിശാചിനെ ഞാൻ ഞെരുക്കുകയാണ്. അതായത് പാപത്തെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കാനൊരു തീരുമാനം എനിക്ക് ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് അത് ദൈവം സാധിച്ചു തന്നു. അങ്ങനെ കടന്നുപോയി. പിന്നെ ഡിസംബറിൽ എൻ്റെ ലാസ്റ്റ് വിസ റിന്യൂവലാണ്. ഇനിയൊരു വിസ റിന്യൂവൽ ഇല്ല, കാരണം അവിടുത്തെ റൂൾ മാറി. നമുക്ക് നാട്ടിൽ വന്ന് റിന്യൂ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് വേറെ ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാവരും ആകെ ഡെസ്പായിരിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എല്ലാവരോടും പറയും, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, കാരണം യേശു നല്ലവനാണ്. ഈശോയ്ക്ക് അറിയാം ഞാനൊരു ജോലി ഇല്ലാതെ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ ഈശോയ്ക്ക് അറിയാം. കാരണം ഞാനിവിടെ ജോലിക്കായിട്ട് വന്നിട്ടുള്ളതെന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നുള്ളതും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവർക്കും ഞാൻ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും, പിന്നെ സ്റ്റാറ്റസ് ഇടും. ഇത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനൊരു ജോലി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈശോയെ ഞാൻ കൃപാസനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എന്നെ അറിയുന്നവർ ഇതിൽ കൂടുതൽ വിശ്വസിക്കാനായിട്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉപകരണമാക്കി, ഒരു സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ലാസ്റ്റ് 10 ഡേയ്സേ ഉള്ളൂ. 29th വിസ തീരും, ഡിസംബർ 29th. 10 ദിവസം മുമ്പ് റൂം വെക്കേറ്റ് ചെയ്യേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓണർ ചേട്ടനോട് പറയാൻ പോവുകയാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോൾ ടെൻഷൻ ആവില്ല, നമുക്ക് ഇനി സമയമുണ്ടല്ലോ, 10 ദിവസമല്ലേ, നമുക്ക് ഒരു ദിവസമൊക്കെ മതി കാര്യങ്ങൾ മാറി മറിയാൻ. അങ്ങനെ പ്രതീക്ഷ തന്നു. അപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു വലിയൊരു ആശ്വാസം അന്ന് കിട്ടി. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അദ്ദേഹം എൻ്റെ CV ഒരാൾക്ക് ഫോർവേഡ് ചെയ്തു. അന്ന് തന്നെ ഒരു പുതിയൊരു കമ്പനിയുടെ ഓണറും ഒരു ഫ്രണ്ടും കൂടി എന്നെ ഇൻ്റർവ്യൂ എടുത്തു. പിറ്റേ ദിവസം തന്നെ അത് കൺഫേമായി, എനിക്ക് ജോലി സെറ്റായി. മാത്രമല്ല അവർ പറഞ്ഞു, എനിക്ക് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ചക്കെങ്കിലും ഇവിടേക്ക് വരണം, നാട്ടിലേക്ക് വരണം, കാരണം സാക്ഷ്യം പറയണം, ഒപ്പം എനിക്ക് കാരുണ്യ പ്രവൃത്തികളായാലും പ്രേക്ഷിത പ്രവർത്തനമായാലും എനിക്ക് അധികം അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അറിയാം അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് പറയാണ്, വേണമെങ്കിൽ കുറച്ച് ദിവസം നാട്ടിലേക്ക് പോയിട്ട് പോരെ, ടിക്കറ്റും അവരെടുത്തു തന്നു. അപ്പോൾ അത്രയും നമ്മൾ എന്ത് പറയുന്നതും എന്ത് ആഗ്രഹിക്കുന്നതും ദൈവം എത്രമാത്രം ഓർത്തെടുക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഒക്ടോബർ 22
അച്ഛൻ ഇവിടെ ചൊവ്വാഴ്ച ധ്യാനമായിരുന്നു. ലാസ്റ്റ് 10ാമത്തെ മിനിറ്റിൽ അച്ഛൻ പറയുന്നുണ്ട് 6 എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവം ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ അതൊരു നമ്പർ പോലെയാണ് അച്ഛന് തോന്നിയത്. പക്ഷെ ഞാൻ വിശ്വസിച്ചു അത് എൻ്റെ പേരിൻ്റെ തുടക്കമാണ് 6. എൻ്റെ പേര് റിൻസി എന്നാണ്. 6 എന്ന് എൻ്റെ പേരിൻ്റെ തുടക്കമാണ്. അപ്പം ഞാൻ വിശ്വസിച്ചു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈശോ എൻ്റെ ഫയൽ ഓപ്പൺ ആക്കി എന്നുള്ള സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ദൈവം എനിക്കൊരു നല്ലൊരു ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഈ നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ തിരിച്ചു പോവുകയാണ്. മാത്രമല്ല എനിക്കൊരു രോഗസൗഖ്യങ്ങളായാലും എനിക്ക് മാത്രമല്ല ആർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തെ കേൾക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും നീ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അതെല്ലാം നടക്കുന്നുണ്ട്, നിൻ്റെ കാര്യം മാത്രം നടക്കാത്തത്. അപ്പം ഞാൻ പറയും ഈശോ ലിജോട്ടൻ, എൻ്റെ ഹസ്ബൻഡ് പേര് ലിജോ എന്നാണ്. അപ്പം ഞാൻ പറയും ഈശോ നമ്മൾ കൂടുതൽ സ്നേഹിക്കണ കാരണം എല്ലാവരേക്കും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതാണ് ഈശോ. കാരണം എനിക്ക് ഇത്രയും നാൾ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നിനും വലിയ സമയം കിട്ടിയിരുന്നില്ല. കാരണം എൻ്റെ ചെറിയ മക്കൾ, ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം തമ്പുരാൻ തന്നതാ. ഒരു 7 മാസം എനിക്ക് പ്രാർത്ഥനയിൽ മാത്രം ജീവിക്കാൻ പറ്റി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഒരു ജോലിയോ ഒരു വീടോ പണമോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ നിധി എന്ന് പറയുന്നത് ഈശോയാ. ആ ഈശോയിനെ എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ കരുതുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടാനുകോടി നന്ദി. റോമ 5-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റിൻസി എന്ന ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഈശോയെ ഏറ്റവും വൈകാരികമായി അനുഭവിച്ചറിഞ്ഞതും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ ആകെ മാറിപ്പോയതും ദൈവനാമം മഹത്വപ്പെടുത്തി ഓരോ ദിനവും ഓരോ നിമിഷവും ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. മകൾ പറയുന്നുണ്ട്, ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിച്ചതും പ്രാർത്ഥിച്ചതും. കഴിഞ്ഞ 7 മാസക്കാലം മുഴുവനും എൻ്റെ ലോകം കൃപാസനമായിരുന്നു, ഈ അൾത്താരയായിരുന്നു. ഈ അൾത്താരയിലുള്ള ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്ന അനുഭവ സാക്ഷ്യങ്ങൾ, ഈ അൾത്താരയിലുള്ള ഓരോ ശുശ്രൂഷകളും അത് എത്രത്തോളം എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അത്രയും കണ്ടുകൊണ്ട് ഈ അൾത്താരയെ നിരന്തരം കണ്ടുകൊണ്ടാണ് എൻ്റെ ലോകം, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നെ അമ്മ മാതാവ് അവിചാരിതമായി കിട്ടിയ ഒരു കൃപാസന പത്രം, അതിലൂടെ എങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ ജീവിച്ചു തുടങ്ങിയ നാൾ മുതൽ നിരന്തരം എന്നോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, ഞാൻ എന്ത് ഉപേക്ഷിക്കണം, എൻ്റെ കുറവെന്താണ്, ഓരോന്നും അമ്മ മാതാവ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. മകൾ പറയുന്നുണ്ട്, അനുതാപത്തോടെ കുമ്പസാരിക്കുവാൻ എന്നെ നന്നായി ഒരുക്കിയിരുന്നു. എൻ്റെ ഒരു കുറവ് അത് അച്ഛൻ്റെ ആദ്യത്തെ ഒരു സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വരുമ്പോൾ മകൾക്ക് കൈമാറുന്നത് ഒരു കാര്യത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുള്ള നിർദ്ദേശമാണ്. അത് മകൾ അന്ന് തന്നെ തീരുമാനമെടുത്ത് കണ്ണീരോടെ കുമ്പസാരിച്ച് ജീവിതത്തെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ കൂടുതൽ ദൈവസ്നേഹ ഐക്യത്തിലേക്ക് മകളുടെ ജീവിതത്തെ നയിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം മുഴുവനും നമ്മൾ കേൾക്കുന്നത് ഉടമ്പടി എത്ര കണ്ട് ജീവിതത്തെ ബലപ്പെടുത്തി, ആത്മീയമായി വളർത്തി, ചിന്തകളെ കുറേ കൂടി സ്ഫുടം ചെയ്തു, മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ ചെയ്യുവാൻ വേണ്ടി എളിയ ജീവിതങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നു എന്നതിനെക്കുറിച്ചാണ്. മറ്റെല്ലാവരും ചിലപ്പോഴെങ്കിലും അവളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ അവളുടെ പരിചയമുള്ള എല്ലാവർക്കും ഉടമ്പടിയുടെ ധ്യാനവും സാക്ഷ്യവും ഷെയർ ചെയ്യുമ്പോൾ കളിയാക്കാറുണ്ട്. എങ്കിലും ഒരിക്കൽ പോലും അവൾക്കതിനെക്കുറിച്ച് പരിഭവം തോന്നിയിട്ടില്ല. കാരണം ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവ് വലിയവനാണ്. എൻ്റെ കൂടെയുള്ള കൃപാസന മാതാവ് എന്തിനും പോകുന്നതാണ്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ വാക്കുകളിലല്ല, ഞാൻ കേൾക്കുന്ന വചനത്തിലും ഞാൻ വിശ്വസിക്കുന്ന അമ്മയിലും ശരണമുണ്ടെന്നവൾ പറയുന്നുണ്ട്. സാക്ഷ്യകൂടാരത്തിൽ മറ്റൊന്നുകൂടി അവൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നും നാട്ടിലുള്ള അമ്മ മറ്റൊരച്ഛൻ്റെ ധ്യാനം എനിക്ക് അയച്ചു തന്നു.
എനിക്കത് ദഹിക്കുന്ന പോലും ഇല്ലായിരുന്നു. കാരണം ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ അനുഭവങ്ങളുള്ളതാണ് എനിക്കെപ്പോഴും സ്പർശിച്ചു കൊണ്ടിരുന്നത്. ഓരോ വാക്കിലും ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും എളിമപ്പെട്ട് മനസ്സിലാകും വിധം ലളിതമായ രീതിയിൽ അച്ഛൻ പറയുന്ന ധ്യാനത്തോളം മറ്റൊന്നും എന്നെ സ്പർശിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു, അയച്ചു തന്നത് ഞാൻ കണ്ടു, എന്നിട്ട് പറഞ്ഞു ഇനി അയക്കരുത്. എനിക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാനവും അച്ഛൻ്റെ ഇവിടെ പറയുന്ന സാക്ഷ്യവുമാണ് എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നുക. ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കും, ഞാൻ അത് വെച്ച് ജീവിക്കും, മറ്റൊന്നും എനിക്ക് വേണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഈ മകൾ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വന്നിട്ട് പോലും തീർത്ഥാടക ഉടമ്പടി എടുത്തവരെ പോലെ തന്നെ ഏറ്റവും വിശ്വസ്തയോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ, ഏറ്റവും സന്തോഷത്തോടു കൂടി ഉടമ്പടി ജീവിതത്തെ കൂടുതൽ വിശാലമാക്കുന്നതിന്, കൂടുതൽ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിന്, ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്നതിന് സാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് മകൾ പറയുന്നുണ്ട്. ഞാൻ തന്നെ കൊന്തമാല എന്ന പേരിൽ ഒരു മാതാവിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എൻ്റെ കുറേ കൂട്ടുകാരെ ചേർത്തു. ഞങ്ങൾ അതിനകത്ത് ജപമാല ചൊല്ലാൻ തുടങ്ങി. ഒരു ജപമാല പോലും ചൊല്ലാൻ പറ്റാതിരുന്ന എനിക്ക് ഇന്ന് 20 ജപമാല സന്തോഷത്തോടെ, തിഷ്ണതയോടെ, ശ്രദ്ധയോടുകൂടി ചൊല്ലുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിന് ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഏറ്റവും വലിയ ഒരു സുഹൃതമാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ യുവാക്കൾ വന്നു നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുന്ന കർത്താവിന് നന്ദി എന്ന് പറയുന്നത്. മകൾ അതിനുള്ള സാക്ഷ്യമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ലൗകികമായ ഒത്തിരി നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ മുഴുവനും എങ്ങനെ ഇത്രനാൾ ജീവിച്ചതിൽ നിന്നും ഈ കഴിഞ്ഞ 7 മാസം കൊണ്ട് എത്രത്തോളം എന്നെ മാറ്റിമറിച്ചു. അവിചാരിതമായി ലഭിച്ച കൃപാസനത്തിൻ്റെ ഒരു പത്രവും ആ യൂട്യൂബ് ലിങ്കും എത്രത്തോളം എന്നെ സ്വാധീനിച്ചുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം മകൾ പറയുന്നുണ്ട്, അവിടെ ജോലി കിട്ടിയില്ല, നിൽക്കാവുന്നതിൻ്റെ മാക്സിമം നിന്നു, ഇനി നാട്ടിലേക്ക് പോരണം. അതുകൊണ്ട് 10 ദിവസം മുമ്പ് പോയി വീടൊഴിയുന്ന കാര്യം പറയുവാൻ അതിൻ്റെ ഉടമയോട് ചെന്ന് പറയാനാണ് ആ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ഉടമ പറയുന്നു, എന്തിനാണ് ഇത്ര നേരത്തെ പറയുന്നത്? ഒരു ദിവസം മതിയല്ലോ കാര്യങ്ങളൊക്കെ മാറി മറിയുവാൻ. അത് പറഞ്ഞു, പോകുന്നതിന് മുമ്പ് പറഞ്ഞാൽ മതി, ഇപ്പോൾ ധൃതി വെക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. മകൾ പറയുന്നുണ്ട്, അത് കേട്ട് അടുത്ത ദിവസം എന്നെ അത്രനാളും ഒത്തിരി ഇൻ്റർവ്യൂ പങ്കെടുത്ത് ഒന്നും ലഭിക്കാതിരുന്നെന്നെ ഒരു ജോലിക്ക് വേണ്ടി വിളിക്കുന്നു. ജോലി എനിക്ക് അനുവദിച്ചു തരുന്നു. ആ ജോലി അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ നൽകിയിട്ട് മക്കളെ പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് കമ്പനി തന്നെ ടിക്കറ്റ് എടുത്ത് എന്ന് വീട്ടിലേക്ക് അയക്കുന്നു. എനിക്ക് മക്കളെ കാണലല്ല പ്രധാനപ്പെട്ടത്, എൻ്റെ ലോകമായിരുന്ന കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഇതെല്ലാം ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു എൻ്റെ സ്വപ്നവും സന്തോഷവും, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശവും. പ്രിയമുള്ളവരെ, ഈ ഉടമ്പടി എങ്ങനെയാണ് മാംസരക്തങ്ങളായി മാറുന്നതെന്ന് ഈ മകളുടെ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കും, സംശയം വേണ്ട. ഈ മകളുടെ സാക്ഷ്യത്തിന് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയാം.